എഫ് എന്ന ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ 3-ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ആവശ്യമായ അറിവും കൗശലവും മൂല്യബോധവും പരിശീലകർ വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ഒരു സമഗ്രമായ പ്രാക്ടിക്കൽ ടൂൾസും എത്തിക്കൽ കൗൺസിലിംഗ് സ്റ്റാൻഡേർഡ്സും എല്ലാം ട്രെയിനേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന SRFന്റെ ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. 2 ദിവസം വളരെ നല്ല രീതിയിൽ ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോയി. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്, പക്ഷെ ലാസ്റ്റ് അല്ല, ഇനിയും നമ്മൾ ഇതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ക്ലാസ് എടുക്കാൻ എത്തിയത് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. ഇതിനെക്കുറിച്ച് വളരെ കാര്യമായി നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്ന ആലീസ് മാം ആണ് ഇന്ന് നമുക്കിവിടെ ആദ്യത്തെ സെഷൻ കൈകാര്യം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. റിട്ടയർഡ് ടീച്ചറാണ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് ട്രെയിനറാണ്. പ്രചോദന കൗൺസിലിംഗ് സെന്റർ പെരുമ്പാവൂർ കൗൺസിലിംഗ് സെന്ററിന്റെ നടത്തി വരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അതുപോലെ കേരള കൗൺസിലേഴ്സ് ഫോറം KCFന്റെ സെക്രട്ടറിയാണ്. അങ്ങനെ ഒരുപാട് നിലകളിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി മേഖലയായിട്ട് വളർന്നു പോകുന്നു. 25 വർഷമായി ടീച്ചിങ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ വളരെ നാളുകളുടെ കൗൺസിലിംഗ് പാരമ്പര്യവുമുള്ള ഒരു മഹത് വ്യക്തിത്വം തന്നെയാണ് ആലീസ് മാം. നമുക്കിന്ന് ഈ ഒരു ടോപ്പിക് എടുക്കാൻ ഏറ്റവും ആപ്റ്റായ ഒരു വ്യക്തി തന്നെയാണ് ആലീസ് മാം. BSc B.Ed, MA സോഷ്യോളജി, MSc ഇൻ കൗൺസിലിംഗ് സൈക്കോളജി ആൻഡ് ഫാമിലി തെറാപ്പി. അങ്ങനെ വിദ്യാഭ്യാസ യോഗ്യത നോക്കിയാലും ഇതിന് ഏറ്റവും ആപ്റ്റാണ്. അതുപോലെ ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുള്ള, ഒരുപാട് സർട്ടിഫിക്കറ്റ് കൈമുതലായിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ആലീസ് മാം. അതിൽ ഞാൻ 2-3 എടുത്ത് പറയാം. ട്രാൻസാക്ഷൻ അനാലിസിസ്, NLP, ബേസിക് ന്യൂറോ സയൻസ്, ന്യൂറോ മാർക്കറ്റിംഗ്, പ്രാക്ടിക്കൽ ഹിപ്നോസിസ്, പാലിയേറ്റീവ് കെയർ ഫ്രം പാലിയം ഇന്ത്യ. അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകളും ഒരുപാട് നോളജും എല്ലാം കൈമുതലായിട്ടുള്ള ആലീസ് മാമിനെ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. അതുപോലെ ഇന്ന് ഈ ക്ലാസ്സിൽ എത്തിയിരിക്കുന്നത് എല്ലാവരും പുതിയൊരു നോളജ് അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ് നമുക്ക് എടുത്ത ശേഷം നമുക്ക് മറ്റു ആളുകളിലേക്കും എത്തിക്കണം എന്നുള്ള ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ്. എല്ലാവർക്കും അതിന് സാധിക്കുമെന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഓരോരുത്തരെയും ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കാനായി ആലീസ് മാമിനെ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യും. താങ്ക് യു സബാഷ്. ഇന്ന് എല്ലാവർക്കും നമസ്കാരം. PC കൊച്ചി നടത്തുന്ന പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സിന്റെ കെമിസ്ട്രി ഓഫ് മാരിറ്റൽ ലൈഫ് അതിന്റെ 3-ാമത്തെ ദിവസമാണെന്ന്. ഈ 2 ദിവസങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോയപ്പോൾ മനസ്സിലാക്കി. 2 ഇൻഡിവിജ്വൽ ബിക്കം എ കപ്പിൾ. അതിൻ്റെ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന്റെ നീഡിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകാം എന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. ജോസഫ് സാറിൻ്റെ. പിന്നെ പേഴ്സണാലിറ്റി, ഈ കപ്പിൾസിന്റെ പേഴ്സണാലിറ്റി എങ്ങനെ അവിടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് വിൻസെന്റ് സാർ പറഞ്ഞു തന്നു. അതുപോലെ FQ, ഈ ഫിനാൻഷ്യൽ കോഷ്യന്റ്, അതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ജോസ് സാർ ക്ലാസ് എടുത്തത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലേക്ക് വരികയാണ്. ആ സ്റ്റേജിലാണ് എൻ്റെ ഈ ക്ലാസ്സിൻ്റെ പ്രസക്തി. പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ഏർലി പാരന്റിങ്. ഇതൊരു പാരന്റിങ് ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഒരു ഏർലി പാരന്റിനെ കുറിച്ച് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇവിടെ. അപ്പം എൻ്റെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊന്ന് PPT ഷെയർ ചെയ്യട്ടെ. PPT കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ മെയിൻ ഇതിനകത്ത് കിട്ടോ സ്ലൈഡ് ഷോയിലിടട്ടെ. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഈ 3-ാമത്തെ ദിവസം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിലായിട്ടാണ് കടക്കുന്നത്. കാരണം ഇതുവരെ 2 വ്യക്തികളുടെ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഒരു 3-ാമത് വ്യക്തി കൂടി വരുന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പം
സബാസ് ഇവിടെ എന്നെ പറ്റിയൊക്കെ ഉള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്നെ പറ്റിയൊക്കെ സംസാരിച്ചു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ ടോപ്പിക് എടുക്കാൻ എനിക്കുള്ള ക്വാളിഫിക്കേഷൻ സംതിങ് ഡിഫറെൻറ്റ്. അതായത് ആർക്കെങ്കിലും ഒന്ന് പറയാമോ എന്തായിരിക്കും എൻ്റെ ക്വാളിഫിക്കേഷൻ? ഞാൻ ആദ്യമായിട്ട് കണക്കാക്കുന്ന ക്വാളിഫിക്കേഷൻ എന്താണെന്ന്? അമ്മയാണെന്നുള്ള ക്വാളിഫിക്കേഷൻ. എക്സ്പീരിയൻസ് ഇതിലൂടെ കടന്നുപോയി. ഏ? കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത ഒരു അമ്മ. അതെ, അതെ, 2 കുട്ടികളുടെ അമ്മയാണ് ഞാൻ. പിന്നെ ഈ പറഞ്ഞ സ്റ്റേജസിൽ കൂടി ഒക്കെ ഞാൻ കടന്നുപോയ ആളാണ്. നമ്മുടെ വിൻസെന്റ് സാറ് 4-5 ഫേസുകളെ പറ്റി പറഞ്ഞു ഇല്ലേ? ഹണിമൂൺ ഫേസ്, ഡിസ്ഹർട്ടൺ ഫേസ്, റിയാലിറ്റി ഫേസ്, മച്യൂരിറ്റി ഫേസ്, ഗോൾഡൻ ഫേസ്. ഇതിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു കഥ പറഞ്ഞിട്ട് നിങ്ങളോട് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. രണ്ടാമതെന്ന് പറഞ്ഞത് ഷബാസ് പറഞ്ഞ പോലെ 25 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ്. അവിടെ ഞാൻ കണ്ട കുട്ടികൾ, അവിടെ ഞാൻ കണ്ട പേരൻസ്, അവരുമായുള്ള ഇൻട്രാക്ഷൻ, അവരുടെ പ്രോബ്ലംസ്, അതൊക്കെ സോൾവ് ചെയ്യാനും അല്ല അതിൽ കൂടി കടന്നു പോകാനും പറ്റിയത് എൻ്റെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷനാണ്. പിന്നെ 10 years ഓഫ് കൗൺസിലിംഗ് എക്സ്പീരിയൻസ് അറ്റ് സാന്ത്വന ആൻഡ് നൗ അറ്റ് പ്രചോദന. ഈ സാന്ത്വനയിൽ ഇരുന്നപ്പോൾ കണ്ട കേസുകൾ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അതിൽ നിന്നുള്ള എക്സ്പീരിയൻസ്. പിന്നെ അതിനേക്കാളും വലുതായിട്ട് ഞാൻ കണക്കാക്കുന്ന വേറൊന്നുണ്ട്. ജീവാലയ എന്ന് പറയുന്ന കാലടിയിലുള്ള പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സെൻറ്ററിൽ ഒരു 2-3 വർഷം, ഈ കൊറോണയ്ക്ക് മുമ്പ്, കൊറോണ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, കുറച്ച് വർഷങ്ങൾ ക്ലാസ് എടുക്കാനല്ല, അതിന് ഒരു ദിവസം കൗൺസിലിംഗ് ഉണ്ട്, കപ്പിൾ കൗൺസിലിംഗ്. അതിന് ഞാൻ കൃത്യമായിട്ട് എല്ലാ ബുധനാഴ്ചയും പോകുമായിരുന്നു. അപ്പം അവിടെ കണ്ട കുറേ കപ്പിൾസിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ തോട്ട്സ്, സത്യം പറഞ്ഞാൽ അതിലെനിക്ക് 90% അവർ തമ്മിൽ യോജിക്കാൻ ഒരു യോഗ്യതയും ഇല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. ജോസാർ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കുന്നു. അപ്പം അങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് വരുന്നവരോട് നമുക്ക് സംസാരിക്കാനും സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ സാധാരണ എഴുതി വെക്കായിരുന്നു, ദേ നീഡ് മോർ സെഷൻസ് ഓഫ് കൗൺസിലിംഗ് എന്ന്. ആലീസ് മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ, മ്യൂട്ടായി പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാം. അപ്പം അത് ഈ പേപ്പറിൻ്റെ നമുക്ക് തരുന്ന ഒരു പേപ്പർ ഉണ്ട്, അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ആയിട്ട്. അപ്പം അതിൻ്റെ അടിയിൽ ഞാൻ സാധാരണ എഴുതി വെക്കാറുണ്ട്, ദേ നീഡ് മോർ സെഷൻസ് ഓഫ് കൗൺസിലിംഗ് എന്ന്. കാരണം അവരുടെ അവരോടുള്ള ഇൻട്രാക്ഷനിൽ കൂടെ അവരൊരു പ്ലാനിങ്ങോട് കൂടിയല്ല ഇതിലേക്ക് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു എക്സ്പീരിയൻസ്. പിന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ MSc CFT എന്ന് പറയുന്ന ആ തിയറി കോഴ്സിനേക്കാൾ കൂടുതൽ വില മതിക്കുന്ന മറ്റതൊക്കെയാണ് ഞാൻ ഇതെടുക്കാനായിട്ടുള്ള എൻ്റെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ. ഇനി ഏത് കാര്യവും നമ്മളുടെ ജീവിതത്തിൽ കൂടി പോകുമ്പം, ആദ്യം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജീവിതമാണ് ആദ്യത്തെ എൻ്റെ ഇതെടുക്കാനുള്ള ക്വാളിഫിക്കേഷനിൽ ആദ്യമായിട്ട് കണക്കാക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ ജീവിതത്തിനെ പറ്റി ഞാൻ തുറന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഞാൻ 1980s എൻ്റെ കല്യാണം. അപ്പം ഞാൻ ഒരു പാരലൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വളരെ അടിച്ചു പൊളിച്ച്, പൈസയൊന്നും വീട്ടിൽ കൊടുക്കേണ്ടാത്ത കാരണം കിട്ടണതെല്ലാം സാരിയൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് നടക്കുന്ന ഒരു സമയം. ആ സമയത്താണ് കല്യാണം വരുന്നത്. കല്യാണം വരുന്നു. അപ്പം BEdന് അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ കല്യാണമാണ് വീട്ടിൽ പ്രിഫറൻസ്. അപ്പം ഇങ്ങനെ ഈ കല്യാണം വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനും ഇടയായി. വേറെ 1-2 പെണ്ണ് കാണലൊക്കെ നടത്തിയെങ്കിലും ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം, എൻ്റെ ഹസ്ബൻഡ് അന്ന് ഷില്ലോങ്ങിൽ വർക്ക് ചെയ്യുകയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്, അതിനോട് അഫിലിയേറ്റ് ചെയ്ത ഒരു കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നും അല്ല എന്നെ ആകർഷിച്ചത് ഷില്ലോങ്ങിലാണ് എന്നുള്ളതാണ്. കാരണം ഞാൻ അന്ന് വരും കേരളത്തിന് പുറത്ത് പോയിട്ടില്ല. അപ്പോൾ ഒന്ന് യാത്ര ചെയ്യാലോ. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം, ഇപ്പോഴും എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ യാത്ര ചെയ്യണം, പല പല സ്ഥലങ്ങൾ കാണണം, ചിറാപുഞ്ചി കാണണം, നാഗാലാൻഡ് കാണണം, മിസോറാം കാണണം. ഇതിനൊക്കെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷേ എന്നോട് എൻ്റെ ഹസ്ബൻഡ് കാണാൻ വന്നപ്പോൾ ഒരു സെൻറ്റൻസ് പറഞ്ഞിരുന്നു, അതിൽ ഞാൻ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്തില്ല. എന്താണെന്നോ അത്, എനിക്ക് എൻ്റെ സ്വത്തെന്ന് പറയുന്നത് കുറേ ബുക്സാണ്, വലിയൊരു ലൈബ്രറി ഉണ്ട്, ഞാൻ ഒരുപാട് വായിക്കും എന്നൊക്കെ പറഞ്ഞ് ഒന്നും എൻ്റെ തലയിൽ പോയില്ല. കല്യാണം കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത്, ഞാൻ വിചാരിച്ചിരുന്ന തരത്തിലുള്ള ഒരു
കല്യാണമല്ല എന്നുള്ളത്. എൻ്റെ എക്സ്പെക്റ്റേഷനിൽ ഒന്നും എത്തൂല എന്നുള്ളത്. കാരണം ഇദ്ദേഹം ഭയങ്കര വായനയാണ്, PhD ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ കൂട്ടല്ല, ഇന്ന് PhD ചെയ്യാനായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യാം. അന്ന് കാർഡുകളാണ്, കാർഡുകളിൽ എഴുതിയാണ് ഓരോന്ന് ചെയ്യണത്. അപ്പം അതവിടെ ഇരുന്ന് ചെയ്യും, വായിക്കും. എൻ്റെ ആഗ്രഹം എന്തായിരുന്നു? എനിക്ക് യാത്രകൾ ചെയ്യണമെന്ന്. പക്ഷെ അവിടെ ഒരു പൊരുത്തം ഉണ്ടായിരുന്നില്ല. ഒരു പൊരുത്തം ഇല്ലെങ്കിലും നിങ്ങൾ വിചാരിക്കും ഞാനത് ഇവിടം വരെ കൊണ്ടെത്തിച്ചത് എങ്ങനെയാന്ന്. അത് നമ്മുടെ വിൻസെന്റ് സാറ് പറഞ്ഞ ഒരു കാര്യമാണ്. എന്താണ് സാർ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒന്നീന്ന് ഒന്നിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യണ കാര്യം ആരെങ്കിലും ഓർക്കുന്നുണ്ട്? ആ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഞാനൊരു ക്ലൂ തരാം. ആദ്യത്തെ ലെറ്റർ E ആണ്. ആരും ഓർക്കുന്നില്ല. Exploration and exploration. Yes, who said? Expectation. അത് തന്നെ. Exploration. Explosion to exploration. എനിക്ക് ഈ വാക്കുകളൊന്നും അറിയില്ലെങ്കിലും ഞാൻ ആ സ്റ്റേജിലോട്ട് വന്നു. അങ്ങനെയാണ്. അപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ നമുക്ക് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. എല്ലാം റെഡി ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ ജോസഫ് സാറാണോ പറഞ്ഞെന്ന് ഓർക്കുന്നില്ല. നമ്മളുടെ ഞാൻ എപ്പോഴും കപ്പിൾസ് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ 2 പ്രാവശ്യം കല്യാണം കഴിക്കും. ഒന്ന് എക്സ്പെക്റ്റേഷനിലുള്ള കല്യാണം, ഒന്ന് റിയാലിറ്റിയിലുള്ള കല്യാണം. അപ്പോൾ ആ എക്സ്പെക്റ്റേഷനിലുള്ള കല്യാണത്തിന് എന്താ മറന്നിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പരിധൂൻ സാറ് പറഞ്ഞു കൊന്നിട്ട് വരണമെന്ന്. ആക്ച്വലി ഞാൻ കൊല്ലുക ചെയ്തേ. എൻ്റെ എക്സ്പെക്റ്റേഷനൊക്കെ കൊന്നു കളഞ്ഞു, റിയാലിറ്റിയിലോട്ട് വന്നു. അങ്ങനെയാണ് ഈ ഫേസ് പറഞ്ഞല്ലോ, 5 ഫേസ് പറഞ്ഞില്ലേ, ഹണിമൂൺ ഫേസ്. ഞാൻ ഓർക്കുന്നില്ല എനിക്ക് ഹണിമൂൺ ഫേസ് ഒന്നും ഉണ്ടായില്ല. കാരണം വിത്തിൻ 2 months ഐ ബിക്കെയിം പ്രഗ്നൻറ്റ്. ഹണിമൂൺ ഫേസ് എന്ന് പറഞ്ഞ ഒരു ഫേസ് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പിന്നെയാണ് മനസ്സിലാവുന്നത്. പിന്നെ ഡിസ്ഹർട്ടൻ ഫേസ്, എങ്ങനെയായാലും ഡിസ്ഹർട്ടൻ്റ് ആവും, ഞാൻ യാത്ര ചെയ്യാൻ പോയതല്ലേ. പിന്നെ അടുത്തത് റിയാലിറ്റി ഫേസ്, ഞാൻ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തു. ദെൻ മെച്യൂരിറ്റി വന്നു. ഇപ്പം ഞാൻ സാറപ്പോൾ പറഞ്ഞു ഇതെല്ലാവരും ഈ ഫേസിലെല്ലാം എത്താറില്ല എന്ന്. ഐ എം വെരി ഹാപ്പി ഐ റീച്ച് ഇൻ ദ ഗോൾഡൻ ഫേസ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു യാത്ര, ഇത് ഈ ഒരു പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, ഏർലി പാരൻറ്റിങ് എന്നൊക്കെ പറയുന്നത് ഒരു ജേണിയാണ്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് പ്രീ കൺസെപ്ഷനാണ്. പ്രീ കൺസെപ്ഷൻ, കൺസെപ്ഷൻ, പ്രഗ്നൻസി, കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി, ദെൻ ചൈൽഡ് ബർത്ത്, ദെൻ ഏർലി പാരൻറ്റിങ്. ഇതൊരു ലോങ് യാത്രയാണ്. ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര പേര് തയ്യാറെടുക്കാറുണ്ട്? നമ്മളുടെയൊക്കെ കാര്യം പോട്ടെ, ആ ഏജിൽ അതൊന്നും ഇല്ല. നമുക്ക് ക്ലാസ്സുകൾ കേൾക്കാനില്ല, ഒന്നും അറിയാനില്ല. ഇന്നാണെങ്കിലും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ ഉണ്ട് എല്ലായിടത്തും. പക്ഷെ ദാറ്റ്സ് ഓൺലി ഫോർ ദ സർട്ടിഫിക്കറ്റ്. അല്ലാതെ ഒരു സയൻറ്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ട് എത്ര സ്ഥലത്ത് ക്ലാസ് എടുക്കുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല. എത്ര പേരത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പോലും അറിയില്ല. ക്ലാസ്സുകൾ നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അത് ഫോളോ ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ ഈ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു കപ്പിൾ, എൻ്റെ ഒരു കേസും കൂടി പറഞ്ഞു തുടങ്ങാൻ ഞാൻ. അപ്പോൾ അവിടെ നിന്ന് അതെന്താണെന്ന് വെച്ചാൽ, ഒരു കല്യാണം കഴിഞ്ഞ് വളരെ ജോയ്ഫുള്ളായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാമെന്നുള്ള രീതിയിൽ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടായി. ഈ കുട്ടി ഉണ്ടായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണ് നമ്മുടെ അടുത്ത് വരുന്നത്. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഒട്ടും യോജിക്കാതെ വരുന്നു. കാരണം അമ്മ വിചാരിക്കുന്നു അച്ഛൻ ശ്രദ്ധിക്കുന്നില്ല, ഹസ്ബൻഡ് സ്നേഹിക്കുന്നില്ല എന്ന്. ഈ അമ്മ വിചാരിക്കുന്നു, അച്ഛൻ വിചാരിക്കുന്നു ഇവൾ എന്നെ കെയർ ചെയ്യണില്ല എന്ന്, കുട്ടിയാണ് കെയർ ചെയ്യണതെന്ന്. ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോഴാണ് മനസ്സിലായത്, ഇതേപോലെ എൻ്റെ കേസിനെ പോലെ തന്നെ 2 മാസത്തിനുള്ളിൽ ഈ പെൺകുട്ടി ഗർഭിണിയായി. അവൾ വർക്ക് ചെയ്യുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ വർക്കിൻ്റെ പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞപ്പം അവൾക്കും മനസ്സിലായ കാര്യം. സ്ലൈഡ് മാറുന്നില്ലല്ലോ. ഓക്കെ, ഓക്കെ. ഇതൊന്ന് ചെറുതാക്കട്ടെ. ഓക്കെ. അപ്പം ഈ കേസ് സ്റ്റഡിയിൽ അല്ലെങ്കിൽ ഈ കൗൺസിലിംഗ് കേസിൽ അവളുടെ മിത്തും റിയാലിറ്റി തമ്മിലൊരു കോൺട്രഡിക്ഷൻ ആയിരുന്നു. എന്തായിരുന്നു മിത്ത്? ഇപ്പൊ സാധാരണ എല്ലാവർക്കും ഉള്ളൊരു മിത്താണിത്. ഈ പ്രഗ്നൻസി ഈസ് വെരി ഈസി, ഇറ്റ് ഹാപ്പൻസ് ജസ്റ്റ് ഹാപ്പനിങ്.
ഇത് അങ്ങോട്ട് സംഭവിച്ചു പോകുന്നതാണ്. ഇറ്റ് ഈസ് നാച്ചുറൽ ആൻഡ് ഷുഡ് ഹാവ് വിതിൻ 1 year. ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞത്, കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞത് 1 yearനുള്ളിൽ ഉണ്ടായിക്കൊള്ളണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നാട്ടുകാരൊക്കെ ചോദ്യം തുടങ്ങും. അതുകൊണ്ട് ഈ 1 വർഷത്തിനുള്ളിൽ കുട്ടി ഉണ്ടായിക്കൊള്ളണം. ഇനി ആദ്യമായിട്ട് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് പറയേണ്ടതായിരുന്നു, ഞാനിതിൻ്റെ കണ്ടന്റ് മാത്രമേ കൊടുത്തുള്ളൂ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു PPT ഉണ്ടാക്കി തന്നത് ഉഷയാണ്. ഉഷയ്ക്ക് ആദ്യമേ താങ്ക്സ് പറഞ്ഞ് തുടങ്ങേണ്ടതായിരുന്നു. ഇപ്പം ലേറ്റ് ആണെങ്കിലും പറയാണ്. ഇനി അതൊരു മിത്താണ്, ഇത്രയും ഒരു മിത്താണ്. കേൾക്കാമോ ഞാൻ പറയുന്നത്? ക്ലിയർ കണ്ടിന്യൂ. ഓക്കെ. അപ്പൊ റിയാലിറ്റി എന്താണ്? സ്ലീപ്ലെസ് നൈറ്റ്സ്, ഫീഡിങ് സ്ട്രഗിൾ, ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇതെല്ലാമാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന ഒരാൾക്ക് മാത്രമേ കല്യാണം കഴിക്കാനുള്ള അവകാശമുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാവരും ക്ലാസ് TOT ആണിത്, ട്രെയിനേഴ്സ് ട്രെയിനിങ് ആണ്. നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ റിയാലിറ്റിയും ഈ മിത്തും അവർക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം. മിത്തല്ല റിയാലിറ്റി. ഇതിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. കാരണം നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിതിനൊക്കെ എന്ത് തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു പേന, ഞാൻ ഇവിടെ കേട്ടതാണ്, ഒരു പേന വാങ്ങിക്കുകയാണെങ്കിൽ 5 രൂപയുടെ പേന വാങ്ങിക്കുകയാണെങ്കിൽ എഴുതി നോക്കും, ഇല്ലേ? ഒരു തേങ്ങ വാങ്ങിക്കുകയാണെങ്കിൽ അത് ശരിക്കും കുലുക്കി നോക്കും, കുലുങ്ങണ്ടോന്ന്. ഒരു തണ്ണിമത്തം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് റെഡാണോ എന്ന് നോക്കും. പക്ഷെ നമ്മൾ ഇത്രയും വലിയൊരു കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് പ്രിക്കോഷൻ എടുക്കുന്നത്? എന്ത് ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടാണോ ഇതിലേക്ക് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ അതിന് വന്നിരിക്കുന്ന കപ്പിൾസിനോട് അല്ലെങ്കിൽ ആ പെൺകുട്ടിയോടും ആൺകുട്ടിയോടും ചോദിക്കേണ്ട 5 ചോദ്യങ്ങളാണിത്. ഈ 5 ചോദ്യങ്ങൾക്കും ഒരു യെസ് ഉത്തരം കിട്ടിയാൽ മാത്രമേ ഒരു കൺസെപ്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രഗ്നൻസിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ എങ്ങനെയായാലും കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ഈ 5 ചോദ്യങ്ങളും നിങ്ങളോട് തന്നെ ചോദിക്കണം. ഒന്നാമത്തെ ചോദ്യം, ആർ വി ബോത്ത് ഇമോഷണലി റെഡി ആൻഡ് മെൻ്റലി സ്റ്റേബിൾ ടു റിസീവ് എ ചൈൽഡ് ആൻഡ് ഹാൻഡിൽ ദ ചേഞ്ചസ് ദ പേരൻറ്ഹുഡ് വിൽ ബ്രിങ്? നമ്മൾ രണ്ടുപേരും ഇമോഷണലിയും മെൻ്റലിയും റെഡിയാണോ ഒരു കുട്ടീനെ റിസീവ് ചെയ്യാനായിട്ട്? ആ കുട്ടീനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടോ? ഈ പേരൻറ്ഹുഡ് എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അതിൽ കൂടി പോകാനായിട്ടുള്ള ആ മെൻ്റൽ അല്ലെങ്കിൽ ഇമോഷണൽ മാച്യൂരിറ്റി നമുക്ക് വന്നിട്ടുണ്ടോ? എനിക്ക് വായിക്കാൻ പറ്റണില്ല, അതുകൊണ്ട് ഞാനിതൊന്ന് ഇത്തിരി ചെറുതാക്കട്ടെ. ഓക്കെ. അടുത്തത്, ഡു വി ഹാവ് എ സപ്പോർട്ടീവ് റിലേഷൻഷിപ്പ് വെയർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആർ സ്ട്രോങ്? നമ്മൾ തമ്മിലൊരു സപ്പോർട്ടീവ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടോ ഈ കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ്? അത് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് ഒന്ന് ചോദിക്കുക. അവർ തമ്മിലൊന്ന് ഡിസ്കസ് ചെയ്യണം. ആർ വി പ്രിപ്പയർഡ് ഫോർ ദ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പേരൻറ്റിങ് അല്ലെങ്കിൽ പ്രഗ്നൻസി? എല്ലാത്തിലും ചിലവുണ്ട്. ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി മുതൽ അല്ലെങ്കിൽ ആ കൺസെപ്ഷൻ സ്റ്റേജ് മുതൽ പൈസ ചിലവുണ്ട്. പേരൻറ്റിങ്ങിനാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ചിലവുണ്ട്. ഒരു കുട്ടിക്ക് ഇന്നൊരു അഡ്മിഷൻ മേടിക്കണമെങ്കിൽ തന്നെ നമുക്കൊരു ഡൊണേഷൻ നല്ല പൈസയാണ്. അപ്പം നമ്മൾ ജോസാറ് പറഞ്ഞ ആ FQ അത് റെഡിയാണോ എന്നൊന്ന് ചോദിക്കുക. ഇനി അടുത്തത്, 4ാമത്തത്, ഹാവ് വി ഡിസ്കസ്ഡ് ഹൗ പേരൻറ്റിംഗ് വിൽ അഫക്റ്റ് അവർ കരിയർ, അവർ ഗോൾ, അവർ ലോങ് ടേം ഗോൾ, അവർ അവർ ലൈഫ് സ്റ്റൈൽ, ഇതിനെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു? അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ?
അപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് ഒരിക്കൽ പറഞ്ഞതാണ്, അവരുടെ അടുത്ത് ഒരു കുട്ടി പ്രസവത്തിന് വന്നു, രണ്ടാമത്തെ പ്രസവമാണ്, അപ്പോൾ രണ്ടും പെൺകുട്ടികളാണ്. അപ്പം നോർമലി ഈ പെൺകുട്ടി പറഞ്ഞു, എനിക്കിനി പ്രസവം വേണ്ട, അത് എൻ്റെ പ്രസവം നിർത്തണം എന്ന്. പക്ഷെ പുറത്ത് നിൽക്കുന്ന ഹസ്ബൻഡിൻ്റെ പേരൻസും പറഞ്ഞു, ഈ രണ്ട് പെൺകുട്ടികളല്ലേ, ഇനി ഒരു ആൺകുട്ടി ഇല്ലാതെ പറ്റില്ല, അതുകൊണ്ട് ഇത് പറ്റില്ല എന്ന്. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആയി. അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് ഉള്ളിൽ കിടന്ന് തന്നെ വരികയാണ്, ആ പെൺകുട്ടിക്ക് പ്രസവ സമയത്ത് തന്നെ ആ കോൺഫ്ലിക്റ്റ് വരികയാണ്. അപ്പോൾ അവർ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടാവില്ല. അവരുടെ കരിയർ, അവരുടെ ലൈഫ് സ്റ്റൈല് എല്ലാം ബാധിക്കും ഇത്. അപ്പം അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടോ? ഇനി, ആർ വി ഏബിൾ ടു പ്രൊവൈഡ് എ ഹെൽത്തി എൻവയോൺമെൻറ്റ് ടു ദ ചൈൽഡ്? ആ കുട്ടിക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ ആ കുട്ടി ജനിച്ചു വന്നാൽ? അപ്പം നമ്മളുടെ ഇമോഷണൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് നന്നായിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ് ഉണ്ടാവില്ല. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞ് അങ്ങോട്ട് അടുത്തേക്ക് പോവാം. കാരണം ഒരു വയസ്സായ കുട്ടി അല്ലെങ്കിൽ 2 വയസ്സായ കുട്ടി ഒരു ഗ്ലാസ് കയ്യിൽ നിന്ന് ചാടി പൊട്ടിയെന്ന് വിചാരിച്ചോ. നോർമലി നമ്മൾ എന്ത് ചെയ്യും? ഒരു അൺമ്യൂട്ട് ചെയ്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? നിങ്ങൾ ഉറങ്ങിയോന്നറിയാനാ? ദേഷ്യപ്പെടും അല്ലേ? ഷൗട്ട് ചെയ്യും, ദേഷ്യപ്പെടും, നിനക്ക് നോക്കിക്കൂടായിരുന്നോ എന്ന് ചോദിക്കും. അല്ല, മേടിച്ചു വെക്കും. അല്ല, എന്നിട്ട് കൈ മുറിഞ്ഞോ നോക്കും. പൊട്ടി. അത് തന്നെ. ഓക്കെ. അപ്പൊ കുട്ടി വിചാരിക്കുന്നത് എന്നാ അറിയാമോ? ഒരു ഗിൽറ്റും ഫിയറും ആണ് അതിന് അനുഭവപ്പെടുന്നത്. കാരണം എൻ്റെ അമ്മയ്ക്ക് എന്നേക്കാൾ അധികം ഈ കപ്പിനോടാണ് ഇഷ്ടം. പക്ഷെ അവിടെ നോർമലി ഒരു ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള അമ്മയാണ് എങ്ങനെ റിയാക്ട് ചെയ്യും? ഈ പറഞ്ഞ പോലെ വാങ്ങിച്ചു വെക്കും, മോൻ്റെ കൈ മുറിഞ്ഞോന്ന് ചോദിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? യു ഷുഡ് ബി കെയർഫുൾ നെക്സ്റ്റ് ടൈം ഇങ്ങനെ വരരുത്, നമുക്ക് കെയർഫുൾ ആവണം എന്ന് പറയും. അപ്പോൾ ആ കുട്ടി എന്താ ഫീൽ ചെയ്യണത്? ഐ ആം ഗുഡ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവിടെ കിട്ടണത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു എൻവയോൺമെൻറ്റ് കൊടുക്കാൻ നമുക്ക് തയ്യാറാണ്. ഈ പറഞ്ഞ മാതിരി നമുക്ക് ഹസ്ബൻഡിനും വൈഫിനും അത് ഡിസ്കസ് ചെയ്യാം. ഈ ഇൻലോസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് 2 പേർക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുക 5 ക്വസ്റ്റ്യൻ യെസ് എന്ന് പറയണതാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. ആ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നതാണ് ദ പ്രോസസ് ഓഫ് പ്രഗ്നൻസി. അപ്പോൾ പ്രീ കൺസെപ്ഷൻ സ്റ്റേജിലാണ് നമ്മൾ ഇതൊക്കെ ചോദിക്കേണ്ടത്. ഈ കൺസെപ്ഷൻ, കോൺഷ്യസ് കൺസെപ്ഷൻ, ഈ പ്രീ കൺസെപ്ഷൻ ഈസ് ഓൾസോ കോൺഷ്യസ് പ്രീ കൺസെപ്ഷൻ. കോൺഷ്യസ് ആയിട്ടാണ് പ്രീ കൺസെപ്ഷൻ നടത്തേണ്ടത്. ഇനിയിപ്പോൾ ഞാനൊരു ചെറിയ ചോദ്യം ഇവിടെ ചോദിക്കട്ടെ, എപ്പോഴാണ് ഒരാൾ പേരൻ്റ് ആവുന്നത്? നീ ഒരു കുട്ടിയെ വേണമെന്ന് വിചാരിക്കുമ്പോ തൊട്ട്, ആഗ്രഹിക്കുമ്പോൾ തന്നെ, ഒരു കുട്ടിയെ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ പേരൻ്റ് ആയിരിക്കണം. ആ പേരൻ്റ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ നമ്മൾ മനസ്സിൽ കാണണം, വിഷൻ. എന്നിട്ടേ ഒരു പേരൻറ്റിംഗ്ഹുഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പേരൻ്റ്, ഈ കോൺഷ്യസ് കൺസെപ്ഷൻ 3 എന്താണ് കോൺഷ്യസ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്? പ്രോപ്പർ പ്ലാനിങ്ങിൽ കൂടെ ഉണ്ടാവുന്ന ഒരു കുട്ടിയാണ് കോൺഷ്യസ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലൈഫ് ബിഗിൻസ് ബിഫോർ ബർത്ത്. ലൈഫ് ബിഗിൻസ് ബിഫോർ പ്രഗ്നൻസി എന്നാ പറയുക. കാരണം ആ ഓവും അതുപോലെ തന്നെ സ്പേമും ഹെൽത്തി ആയിട്ട് വളരുന്ന ആ സമയത്ത് തന്നെ ഒരു പേരൻ്റായി. ഇന്ന് നമുക്ക് WHO കണക്ക് പ്രകാരം ഉണ്ടല്ലോ, 90% ഓഫ് ചിൽഡ്രൻ ആർ ഇൻ സ്ട്രെസ്. അതുപോലെ ഇൻ കേരള 12.35% ഓഫ് ചിൽഡ്രൻ ആർ ഇൻ മെൻ്റൽ ഡിസോർഡേഴ്സ്. അപ്പം ഇതിനൊക്കെ കാരണം നമ്മൾ തന്നെയാണ്. അത് കോൺഷ്യസ് പ്രീ കൺസെപ്ഷൻ മുതൽ തുടങ്ങുകയാണ്. കുട്ടി വേണമെന്ന് വിചാരിക്കുന്ന കല്യാണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുട്ടി വേണമെന്ന് വിചാരിക്കുന്നത് 3 മാസം മുതൽ 6 മാസം വരെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഒരു കുട്ടി ഉണ്ടാവേണ്ടത്, അല്ലാതെ ആക്സിഡൻ്റലായിട്ട് അല്ല ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ള കുട്ടികളാണ് ഇന്ന് ഗുണ്ടകളും അതും ഇതൊക്കെ ആയിട്ട് വരുന്നത്. നമ്മളൊരു ഗുണ്ടയൊന്നും ജനിക്കണില്ല, ഈ ഗുണ്ടേനെയൊക്കെ ഉണ്ടാക്കണം നമ്മൾ തന്നെയാണ്. നമ്മളുടെ ഒരു കോൺഷ്യസ്നെസ് അവിടെ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇന്ന് പ്ലാൻഡ് പ്രഗ്നൻസി 90%. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. നമ്മൾ ഇതിന് തൊട്ട് മുൻപുള്ള കാര്യം ചർച്ച ചെയ്തിരുന്നു.
ഉവ്വ. 4 ക്വസ്റ്റ്യൻസ്, 5 ചോദ്യങ്ങൾ. ആ ഇതിലേതെങ്കിലും ഒന്ന് നോ ആണ് എന്നുണ്ടെങ്കിൽ ഉം. എന്താണ് അതിന്റെ റിസൾട്ട്? യെസ് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ. സ്വാഭാവികമായിട്ടും ആ ദമ്പതികള് ഒരു സ്ട്രെസ്സിൽ അകപ്പെടില്ലേ? എന്തിനാണ് സ്ട്രെസ്? അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാല് പറഞ്ഞോ. കേരള ട്രഡീഷൻ അനുസരിച്ച് മാം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, 1 വർഷത്തിനുള്ളിൽ 150 ആളുകൾ ചോദിക്കാനുണ്ടാവും. അതെ. ഒന്നത്. രണ്ടാമത്തത്, ഇതിപ്പോ ഫിനാൻഷ്യൽ ക്രൈസിസ് മുഴുവൻ തീർന്നിട്ട്, ഇപ്പൊ നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, മുഴുവൻ ക്രൈസിസുകളും തീർന്നിട്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയല്ലേ ഒരു ചൈൽഡ് ബർത്തും. മുഴുവൻ ക്രൈസിസും തീർന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ ഒരു ചൈൽഡ് ഉണ്ടാവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിൽ ഒരു പൊരുത്തക്കേട് ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ ചോദിക്കണം, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുക എന്നല്ലേ പറഞ്ഞത് ഞാൻ. അപ്പം ഞാൻ പറയുന്ന ഒരു മിനിമം ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആണ്. അല്ലാതെ കുട്ടിക്ക് അഡ്മിഷൻ 5 ലക്ഷം രൂപ കൊടുത്ത് LKG മേടിക്കുന്ന ഇതല്ല. അതുണ്ട്. അത് നമ്മൾ നമ്മളുടെ മാനസികമായിട്ട് നമ്മൾ അല്ലാതെ തയ്യാറാകണം. ഈ പ്രഗ്നൻസി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അയൽവക്കത്ത് കാറ് വിളിക്കാൻ പൈസയ്ക്ക് മേടിക്കുന്ന സ്ഥിതി നമുക്ക് വരരുത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? കുറച്ച് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിരിക്കണം. ഇപ്പം എൻ്റെ അടുത്ത് കേസുകൾ വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഇത് അവർ വഴക്ക് പറഞ്ഞ് വരുമ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കുട്ടി ഉണ്ടായപ്പോൾ ഇവളുടെ വീട്ടിൽ നിന്ന് 5-ൻ്റെ ഒരു പൈസ തന്നില്ല മാഡം എന്ന് പറയും. അതെന്താണ്? അവരുടെ അടുത്തുനിന്ന് പൈസ മേടിച്ചിട്ടാണോ നമുക്ക് കുട്ടി ഉണ്ടാവേണ്ടത്? നമുക്ക് 2 പേർക്കും അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടും മതി കുട്ടി. ഈ 1 വർഷത്തിനുള്ളിൽ പലരും ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ? ഈ ചോദിക്കുന്നതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള മെന്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രോങ്നെസ് നമ്മൾ നേടിയെടുക്കണം. ആ ചോദിക്കുന്നവരാരും നമുക്ക് 10 പൈസയും കൊണ്ടു തരില്ല. നമുക്ക് കുട്ടി ഉണ്ടായാലും ഇല്ലെങ്കിലും. ഇപ്പം ഞാൻ എന്താ പറയുക നിങ്ങളോട് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അവർ പറയുന്നത് ഒന്നുപോലെ കേൾക്കാതിരിക്കാം. കേട്ടാൽ തന്നെ അതിന് സമാധാനം കൊടുക്കേണ്ട കാര്യമില്ല. ബി സൈലന്റ്. 2 പ്രാവശ്യം കഴിയുമ്പോൾ അവർ ചോദ്യം നിർത്തും. ആലിസ് മാഡം, ഈ ഫിനാൻഷ്യൽ എന്ന് പറയുന്ന മാഡം ഒന്ന് പറഞ്ഞിട്ടെ, ഫിനാൻഷ്യൽ ഈ ഡോക്ടറെ കാണാൻ പോലും ചില ഭർത്താക്കന്മാർ പൈസ കൊടുക്കത്തില്ലെന്ന് പറയും. അത്രയെങ്കിലും ഒരു പൈസ ഉണ്ടാക്കി വെക്കുക, അതേ ഉദ്ദേശിച്ചുള്ളൂ ഫിനാൻഷ്യലും ഉണ്ട്, അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. അല്ലല്ല, അല്ലാണ്ട് വേറെ വലിയ സമ്പാദ്യം ഉണ്ടാക്കി വീട് പണിതിട്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, നിസ്സാര കാര്യം. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ അയൽവക്കത്തുനിന്ന് പൈസ മേടിക്കണം. ഞാൻ അങ്ങനെ കൊടുത്തയാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള അതിനെ പ്രസവത്തിന് കൊണ്ടുപോകണമെങ്കിൽ അന്നേരം ഒരു കാറ് വിളിക്കാൻ പൈസ ഇല്ല. അപ്പൊ സ്ട്രെസ് എന്താണ്? ഒരുപാട് സ്ട്രെസ്സാണത്. ആ വൈഫിന് സ്ട്രെസ്, ഹസ്ബൻഡിന് സ്ട്രെസ്, അതുപോലെ കുട്ടിക്ക് സ്ട്രെസ്. ഓക്കെ, പേടിപ്പെടുത്തുന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ മിനിമം കപ്പാസിറ്റി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അതുണ്ടായിട്ട് മാത്രം ഒരു കുട്ടി ഉണ്ടായാൽ മതി. ഇന്ന് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞത് നീണ്ടു പോവുകയാണ് ഇപ്പം, പണ്ടത്തെ കൂട്ടല്ല. ഇതിലെ വേറൊരു കാര്യം കൂടിയുണ്ട്. പലരും ഒരു കുട്ടിയിൽ അവരുടെ ഇത് അവസാനിപ്പിക്കുന്നതിന്റെ കാരണവും ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അത് കുട്ടികൾക്ക് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടികളിൽ നമ്മൾ കാണുന്നുണ്ട്. അവർക്കൊരു സിബിലിങ്സ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം, അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ഒരാളില്ലാത്തതിന്റെ പ്രശ്നം, അങ്ങനെയുള്ള കുട്ടികളും ലോകത്തുണ്ടാവുന്നുണ്ട്. അതിന്റെ ഒരു കാരണം അച്ഛനും അമ്മയും ഒറ്റ കുട്ടി മതി എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഈ ഒരു പ്രശ്നം വരുന്നത്. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേ രക്ഷിതാക്കൾ തന്നെ പറയുമായിരുന്നു, 2ാമതൊരു മോനും കൂടി ഉണ്ടായിരുന്നു, എനിക്കൊന്ന് മാറി നിൽക്കാമായിരുന്നു. ഈ 2 പ്രശ്നം ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷനിൽ ഉണ്ടല്ലോ മാം. ഓക്കെ, അതിന് ഞാനൊരു ഉത്തരം പറയാം. പറയട്ടെ? പറഞ്ഞോളൂ. ഈ 5 കുട്ടികൾ ഉണ്ടായിട്ടും അച്ഛനെയും അമ്മയും നോക്കാത്ത എത്ര, ഞാൻ ഇവിടെ ഈ ഫോർട്ട് കൊച്ചിയിൽ ഈ എന്താ പേരൻസിന് ഇത് കൊടുക്കാത്ത ഒരു കൺസിലിയേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം 5 മക്കളുള്ളവർ പോലും ഒന്നും ചെയ്യാത്തവർ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കുട്ടിയുള്ളൂ എന്ന് വെച്ച് ചെയ്യുന്നവരും ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ അതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ പേരൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇനി അടുത്തതിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാം നമ്മുടെ പേരൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണ്. ഈ ഒരു കുട്ടിയുള്ള എത്ര പേര് എനിക്കറിയാം നന്നായി പേരൻസിനെ നോക്കുന്നത് തന്നെയല്ല, പേരൻസിനെ നോക്കും. നമ്മൾ എന്തിനാ എക്സ്പെക്ട് ചെയ്യണേ? അതൊക്കെ
അതിനി അവസാനത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ദിസ് ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ കെയിം ത്രൂ യു ബട്ട് ദേ ആർ നോട്ട് യുവർ ചിൽഡ്രൻ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഉള്ളിൽ പതിലും അറിയും, ഗീത ടീച്ചർ. ഗീത ടീച്ചറിൻ്റെ മോള് ഒറ്റ മോളാണ്. രാജസ്ഥാനിൽ ഒരു രാജസ്ഥാനിയാണ് കല്യാണം കഴിച്ചേക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ എൻ്റെ എൻ്റെ ക്ലാസ്സുകൾ നീണ്ടു പോകില്ല കേട്ടോ, എന്നാലും ഇത് ചോദിച്ചുകൊണ്ട് പറയാണ്. അപ്പം ടീച്ചറിൻ്റെ രാജസ്ഥാനിന് കല്യാണം കഴിച്ച പുള്ളിക്കാരി ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ പ്രസിഡന്റിൽ നിന്ന് മെഡലൊക്കെ കിട്ടിയ ആളാണ്. അങ്ങനെ നല്ല രാജസ്ഥാനിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യാണ്. ഹസ്ബൻഡ് ഒരു IFS ആളാണ്. അപ്പം രാജസ്ഥാനിയാണ്. അവിടെ ഈ വീട്ടിൽ ഈ പുള്ളിക്കാരി താമസിക്കുന്ന, ഈ മോള് താമസിക്കുന്ന വീട്ടിൽ, ഒറ്റ മോളാണെന്ന് ഓർക്കണം, ഈ മോള് താമസിക്കുന്ന വീട്ടിൽ ആ ഹസ്ബൻഡിൻ്റെ പെങ്ങടെ 3 മക്കള്, ചേട്ടൻ്റെ 3 മക്കള്, വേറൊരു പെങ്ങടെ 2 മക്കള്, അങ്ങനെ 8 പിള്ളേരും ഇവരുടെ 2 കുട്ടികളും കൂടി അവിടെ താമസിക്കണേ. ഇവരുടെ എല്ലാ കാര്യങ്ങളും ഈ കുട്ടിയും അതിൻ്റെ ഹസ്ബൻഡാണ് നോക്കണത്. അത് ഒറ്റ മോളായിട്ട് ജനിച്ചതല്ലേ. ഈ ടീച്ചർ ചോദിക്കും, നീ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്? 8-9, അതെന്താ കുഴപ്പം? നല്ല മിങ്കിൾ. അവർക്ക് ഗ്രാമത്തിലാണ്, ഒരുപാട് പിന്നെ ഭൂമിയുള്ള ഗ്രാമത്തിലാണ് അവരുടെ വീട്. അവിടെ ഈ ജയ്പൂർ പോലെയുള്ള സ്ഥലത്ത് വരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നത്. അവർ പഠിച്ചു പോക്കോട്ടെ അമ്മേ, എൻ്റെ കുട്ടികളും അവരുടെ കൂടെ വളരും എന്നാ പറയണത്. അപ്പം ഇതൊന്നും ഒരു ക്രൈറ്റീരിയ അല്ല. ഒറ്റ കുട്ടിയുണ്ടെങ്കിലും 2 കുട്ടികളുണ്ടായാലും 5 കുട്ടികളുണ്ടായാലും നമ്മുടെ പേരൻറ്റിങ്ങിൽ എങ്ങനെയാണോ അതുപോലെയാണ് കുട്ടികൾ വളരുന്നത്. ഓക്കെ. അപ്പം നമുക്ക് എന്താണ് ഈ കോൺഷ്യസ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ? അത് പ്ലാനിങ് വേണം, അവിടെ പ്രിപ്പറേഷൻ വേണം, പ്ലാനിങ് വേണം. എന്തിനാണ്? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരുപാട് കുട്ടികൾ, 90% ഓഫ് ദ കുട്ടികൾ സ്ട്രെസ്സിലാണ്. ഈ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം. നമ്മൾ കോൺഷ്യസ് ആയിട്ട് കൺസെപ്ഷൻ നടക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളതാണ് ഈ കോൺഷ്യസ് കൺസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. നീങ്ങിപ്പോണില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് 3 കാര്യങ്ങൾ വേണം ഈ കോൺഷ്യസ് കൺസെപ്ഷൻ. ഈ കോൺഷ്യസ് കൺസെപ്ഷൻ ഈക്വൽസ് അവെയർനെസ് പ്ലസ് ഇൻറ്റൻഷൻ പ്ലസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. നമുക്ക് അവെയർ ആവണം. നമ്മൾ എന്ത് അവെയർ ആവണം? അവെയർനെസ്സിൻ്റെ അടിയിൽ വന്നിട്ടാണ് നോയിങ് ആൻഡ് അക്നോളജിങ്. എന്താണ് ഈ നോയിങ്? നമ്മൾ എന്തിനാണ് ഈ കുട്ടി ഉണ്ടാവണേ? അതാണ് നോയിങ്. എന്തിനു വേണ്ടി എനിക്കൊരു കുട്ടി ഉണ്ടാവണം? ആ കുട്ടി ചോദിച്ചിട്ടല്ലല്ലോ ഈ ലോകത്തോട്ട് വന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് ആ കുട്ടി ഉണ്ടായത്. അപ്പം അതിനെ അക്നോളജ് ചെയ്യാനുള്ള, അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള, ഏത് തരത്തിലുള്ള കുട്ടിയാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവെയർ ആയിരിക്കണം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫിസിക്കൽ ഹെൽത്ത് വേണം, മെൻ്റൽ ഹെൽത്ത് വേണം, ഇമോഷണൽ ഹീലിംഗ് വേണം, നല്ല ന്യൂട്രീഷൻ കൊടുക്കണം, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വേണം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ കൺസെപ്ഷനിലേക്ക് വരേണ്ടത്. ഇപ്പം 3 മാസം മുമ്പേ മുതൽ 3 months to 6 months ബിഫോർ വി ഹാവ് ടു പ്ലാൻ. ഒരു കുട്ടി വേണോ വേണ്ടയോ എന്നുള്ളത്. അത് ഈ പ്ലാനിങ്ങിൽ അതിൻ്റെ ഹെൽത്ത് എന്ന് പറയണത് ഹസ്ബൻഡിനും വൈഫിനും വേണം. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓവും ഹെൽത്തി ആയിട്ടുള്ള സ്പേമും കൂടി ഫ്യൂസ് ചെയ്താലാണ് ഒരു നല്ല കുട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് 2 പേർക്കും ആവശ്യമാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നതും 2 പേർക്കും ആവശ്യമാണ്. ഈ മെൻസ്ട്രൽ സൈക്കിളൊക്കെ ശരിയാണോ എന്ന് നോക്കണം, PCOD ഉണ്ടോ എന്ന് നോക്കണം, എൻഡോമെട്രിയോസിസ് എങ്ങനെയാണെന്ന് നോക്കണം. അതുപോലെ പല കാര്യങ്ങളുണ്ട്. ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് എങ്ങനെയാണെന്ന് നോക്കണം, സ്പേം മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കണം. ഇതൊക്കെ നന്നായിരിക്കുമ്പോഴാണ് ഒരു നല്ല കുട്ടിക്ക് ജന്മം കൊടുക്കുക എന്ന് പറയുന്നത്. ഇത് എത്ര പേര് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ നമ്മുടെ ഹാബിറ്റ്സ്, എന്തൊക്കെ ഹാബിറ്റ്സ് നമ്മൾ ചേഞ്ച് ചെയ്യണം, അതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യണം ഈ അവെയർനെസ് സ്റ്റേജിൽ. സ്ലീപ്ലെസ് നൈറ്റ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഡിജിറ്റൽ സ്ക്രീൻ ഒരുപാട് കാണാൻ പാടില്ല.
അതുപോലെ പിന്നെ നമ്മുടെ ഹെൽത്ത് വളരെയധികം നോക്കണം. കാരണം ഹെൽത്ത് നോക്കണം എന്ന് വെച്ചാൽ ഈ omega-3 അല്ലെങ്കിൽ ഫോളിക് ആസിഡ് അതൊക്കെ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ കൺസെപ്ഷൻ സ്റ്റേജിലല്ല കഴിക്കേണ്ടത്, പ്രീ കൺസെപ്ഷൻ സ്റ്റേജിലാണ് കഴിക്കേണ്ടത്. അപ്പം നമ്മൾ കുട്ടി വേണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് വേണം നമുക്കൊരു കുട്ടി ഉണ്ടാവാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കണം. നമുക്കെന്തെങ്കിലും ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് അല്ലെങ്കിൽ വൂൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യണം. അതെല്ലാം ഈ കുട്ടിയെ ബാധിക്കും. അപ്പോൾ അതൊക്കെ ഫീറ്റൽ ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യണത് നമ്മുടെ ഉള്ളിൽ കിടന്നിട്ടല്ലേ. അപ്പോൾ അതൊക്കെ ഈ കുട്ടിയെ ബാധിക്കും. അപ്പോൾ ഇതൊക്കെ ശരിയാക്കിയിട്ട് വേണം നമ്മളൊരു പ്രഗ്നൻസിയിലേക്ക് പോകാനായിട്ട്. പിന്നെ നമ്മുടെ ഹാബിറ്റ്സ് ഒക്കെ മാറ്റണം. ഇമോഷണൽ ഹാബിറ്റ്സ് മാറ്റണം. ഒരു ഷൗട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കണം. അതുപോലെ ഫുഡ് ഹാബിറ്റ്സ്, ടൈമിലി ഫുഡ് കഴിക്കണം. പിന്നെ റിലേഷൻഷിപ്പ് ഹാബിറ്റ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഹെൽത്തി ഹാബിറ്റ്സ് ആണ്. മ്യൂച്വൽ റെഡിനെസ് ആണ് അവിടെ വേണ്ടത്. മ്യൂച്വൽ റെഡിനെസ് എന്നാൽ മാത്രമേ സെക്സിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയണേ. അങ്ങനെയുള്ള ഒരു കുട്ടി മാത്രമേ നന്നായി വളരാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഇപ്പം ഈ സെക്ഷൽ ഇതിനെപ്പറ്റി ഓർത്തപ്പോൾ, സെക്ഷൽ ഹാബിറ്റ്സിനെ പറ്റി ഓർത്തപ്പോൾ ഒരു ക്ലയൻറ്റ് വന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. അവർ വന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് റിലേഷൻഷിപ്പ് ഇല്ല. അപ്പോൾ ചോദിച്ചു വന്നപ്പോൾ ഈ ഹസ്ബൻഡിനാണ് പ്രോബ്ലം. അപ്പം അതിന് ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൈഫിനെ കുറിച്ച് പലതും പറയുന്നത്. അപ്പം ഈ വൈഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്താൽ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, മാഡം നീ ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചുകൊണ്ട് വന്നതെന്ന്. ഇതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. രണ്ടുപേർക്കും ഈക്വലാണ് അവിടെ ഈ സംഭവം എന്ന് പറയുന്നത്. ഈ സെക്സ് എന്ന് പറയുന്ന ഒരു ആക്ട്, അല്ലെങ്കിൽ സെക്സ് എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ലവിൻ്റെ ഒരു ഫിസിക്കൽ എക്സ്റ്റൻഷനാണത്. അപ്പോൾ അവിടെയൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് തയ്യാറാവണം. പിന്നെ ഇൻറ്റൻഷൻ, രണ്ടാമത്തെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചോയ്സാണ് അല്ലേ. ഈ കുട്ടി ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്, നോട്ട് ചാൻസിൽ കുട്ടി ഉണ്ടാവരുത്. നമ്മുടെ ചോയ്സിൽ തന്നെ കുട്ടി ഉണ്ടാവണം. എപ്പോൾ കുട്ടി ഉണ്ടാവണം എന്നുള്ള റൈറ്റ് ടൈം, അത് രണ്ടുപേരും കൂടി കണ്ടുപിടിക്കണം. ഈ ആദ്യത്തെ സ്റ്റെപ്പ് എല്ലാം ശരിയാക്കിയിട്ട് വേണം നമുക്കൊരു കുട്ടി ഉണ്ടാവാനായിട്ട്. അല്ലാണ്ട് ബൈ ചാൻസിൽ ആക്സിഡൻ്റലി ഉണ്ടാവുന്ന കുട്ടികൾക്കാണ് ഈ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. ഒരു ഹെൽത്തി റൂട്ടീൻ, അത് നേരത്തെ പറഞ്ഞു. പിന്നെ ഒരു ഇമോഷണൽ ഹെൽത്ത് നമുക്ക് ആവശ്യമാണ്. എന്താണ് ഈ ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത്? അതിനൊരു ഇക്വേഷൻ ഞാൻ പറയാം, വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ കേട്ടോ. E = mc². ഇതിനകത്തില്ല. E = mc². E എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാൻ പറ്റുമോ? എനർജി, ഇമോഷണൽ ഹെൽത്ത്. ദെൻ M മെന്റൽ ഹെൽത്ത്. ദെൻ C², 2 C ഉണ്ട് അവിടെ. ആ 2 C ഒന്ന് പറയാമോ? ഒന്ന് ഊഹിച്ചെങ്കിലും പറയാമോ? ഇല്ല, കപ്പിൾ കണക്ട് പ്ലസ് കോൺഷ്യസ് ചോയ്സ്. കോൺഷ്യസ് ആയിട്ട് എടുത്ത ചോയ്സ് ആയിരിക്കണം എപ്പോൾ ഈ കപ്പിൾസ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് കോൺഷ്യസ് ആയിട്ട് ചോയ്സ് ആയിരിക്കണം. ഇനി അതിനകത്ത് വേറെ ലാസ്റ്റ് ഒരു പറഞ്ഞ കപ്പിൾ ബോണ്ടിങ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഈ കപ്പിൾ ബോണ്ടിങ് നമുക്ക് ഉണ്ടാക്കാം? ഈ കപ്പിൾ ബോണ്ടിങ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇൻറ്റിമസി ഫോം ചെയ്യണം. ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ള ഇൻറ്റിമസി. ആ ഇൻറ്റിമസി ടൈമാണ് ഈ ഹണിമൂൺ ടൈം എന്നൊക്കെ പറയുന്നത്. ആ ഒരു ടൈമിൽ ഇൻറ്റിമസി ഫോം ചെയ്തിട്ട് വേണം നമ്മളൊരു കുട്ടിയെ പറ്റി ചിന്തിക്കാൻ. ആ ഇൻറ്റിമസി 10 ഇൻറ്റിമസി ഉണ്ട്. ഞാനത് പറയണ്ടയോ? നീണ്ടുപോകും. ഓക്കെ. ഒന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻറ്റിമസിയാണ്. അതാണ് ബേസ് ഓഫ് ഓൾ അതർ ഇൻറ്റിമസീസ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്കി പറയാം. നമ്മളുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും
പറയാതെ തന്നെ മനസ്സിലാക്കുക. മനസ്സിലായോ? ഇന്നിപ്പം ഞാൻ മുഖം വാടിയിരിക്കുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് മനസ്സിലാക്കണം ഇതെന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, എന്തോ ഇമോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തോ തോട്ട്സ് ഉണ്ട് എന്ന് പറയാതെ മനസ്സിലാക്കുക, അല്ലാതെ ചാടിക്കടിക്കുകയല്ല വേണ്ടത്. അതുപോലെ അപ്പോൾ അതിനൊരു ഞങ്ങൾ പ്രചോദനം ഉണ്ടാക്കിയ പ്രചോദനയുടെ ക്ലാസ്സിൽ കയറിയവർക്കറിയാം ഒരു കൺസെപ്റ്റ് ഉണ്ട്, ടി കൺസെപ്റ്റ് എന്ന് പറയും. TEA, ടി കൺസെപ്റ്റ്. ഇതിനകത്ത് കയറിയിരിക്കുന്ന എല്ലാവർക്കും ഒരേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ടീ ഉണ്ടാക്കാനായിട്ട്. എല്ലാവരുടെയും ടീ ഒരുപോലെ ഇരിക്കുമോ? യെസ് ഓർ നോ? എല്ലാവരും ഉണ്ടാക്കി ഡിഫറെന്റ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയോ? അത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിലേക്ക് റേറ്റ് ചെയ്യുകയാണെങ്കിൽ E ഈക്വൽസ് തോട്ട്, E ഈക്വൽസ് ഇമോഷൻ, A ഈക്വൽസ് ആക്ഷൻ. ഈ ആക്ഷൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പം ഒരു ഹസ്ബൻഡ് വീട്ടിലേക്ക് വരുമ്പോൾ വൈഫ് മൂഡ് ഓഫ് ആയിരിക്കുന്ന ആ ആക്ഷൻ മാത്രമേ കാണുന്നുള്ളൂ. അവരുടെ തോട്ട്സും ഇമോഷൻസും ആർക്കും അറിയില്ല. അത് വൈസ് വേഴ്സ, ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഇമോഷണൽ ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യണം. അടുത്തത് ക്രൈസിസ് ഇൻറ്റിമസി. വേഗം പറഞ്ഞു പോവാം. ക്രൈസിസ് ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ ഈ ക്രൈസിസ് ജീവിതത്തിൽ എപ്പോഴും നമുക്കുണ്ട് അല്ലേ, ഡേ ടു ഡേ ലൈഫിലുണ്ട്. അത് ഒരുമിച്ചിരുന്ന് സോൾവ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് തയ്യാറാണോ? അതാണ് ക്രൈസിസ് ഇൻറ്റിമസി, വിത്തൗട്ട് ബ്ലെയിമിങ് ഈച്ച് അതർ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വർക്ക് ഇൻറ്റിമസിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാണ് ഈ റെസ്പോൺസിബിലിറ്റിയിൽ. ഇന്നിപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ്, അപ്പോൾ ഇവിടെ ഒരുപാട് പ്രസക്തി ഉണ്ട് അതിന്. അപ്പം അതിനകത്ത് ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് കിച്ചണിൽ കയറി ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാതെ സാധിക്കുമോ എന്നുള്ളത് വർക്ക് ഇൻറ്റിമസി. നെക്സ്റ്റ് ഇൻ്റലക്ച്വൽ ഇൻറ്റിമസി. ഒരാളുടെ ഇൻ്റലക്റ്റ് ആയിരിക്കില്ല മറ്റേ ആൾക്ക്. ഒരാൾക്ക് കുക്കിങ്ങിലായിരിക്കും കഴിവ്, ഒരാൾക്ക് വേറൊരു തരത്തിലായിരിക്കും കഴിവ്. അപ്പം മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യണം. എൻ്റെ ഹസ്ബൻഡ് ഒരു അക്കാഡമിഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് എബിലിറ്റീനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? ദെൻ കമ്മിറ്റ്മെൻറ്റ് ഇൻറ്റിമസി. ഇപ്പം നമ്മുടെ വിൻസെൻ്റ് സാറിൻ്റെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, സാറ് പറഞ്ഞു ഒരു ലവ് ട്രയാങ്കിളിനെ കുറിച്ച്. ഈ ലവ് ട്രയാങ്കിളിൻ്റെ ഒരു കോണെന്ന് പറയുന്നത് അറിയാമോ ആർക്കെങ്കിലും? ലവ് ട്രയാങ്കിളിൻ്റെ കോൺസ് ഇൻറ്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, 3 കോൺ. അപ്പോൾ ഈ കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. ആ ഇൻറ്റിമസി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കണം. ഇനി ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യാതെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കണം. ഇനി റിക്രിയേഷണൽ ഇൻറ്റിമസി. റിക്രിയേഷണൽ ഇൻറ്റിമസി കേൾക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും. അത് വളരെ നിസ്സാരമൊന്നുമല്ല. റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ബിഫോർ ബിക്കമിങ് പേരൻസ് എൻജോയ് ദ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ആ പാർട്ട്ണർഷിപ്പ് എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഇമോഷണൽ ക്ലോസ്നെസ് ഉണ്ടാവണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എസ്തെറ്റിക് ഇൻറ്റിമസി. അത് 7ാമത്തെയാണ് കേട്ടോ. അപ്രീഷിയേറ്റ് ബ്യൂട്ടി ടുഗദർ. നമ്മുടെ ജോസഫ് സാറ് പറഞ്ഞു വൈഫ് ഒരു സാരി ഉടുത്തുകൊണ്ട് ഇറങ്ങുമ്പം യു ലുക്ക് ഗുഡ് ഇൻ ദാറ്റ് സാരി എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. ആ ഒരു ഇമോഷണൽ ഹെൽത്ത്. ദെൻ ക്രിയേറ്റീവ് ഇൻറ്റിമസി. ബിഫോർ ക്രിയേറ്റിംഗ് എ ബേബി, ക്രിയേറ്റ് ഷെയർഡ് വിഷൻ ഓഫ് ദ ചൈൽഡ്. എങ്ങനെയായിരിക്കണം എൻ്റെ കുട്ടി എന്നുള്ളൊരു ക്രിയേറ്റിവിറ്റി നമ്മുടെ മനസ്സിൽ വേണം. എൻ്റെ കുഞ്ഞ് അബ്ദുൽ കലാമിനെ പോലെ വേണോ അത് ഹിറ്റ്ലറെ പോലെ ആവണോ? യു ക്യാൻ ഡിസൈഡ്, യുവർ ചോയ്സ്, നോട്ട് എനിബഡീസ് ചോയ്സ്, ഓൺലി യുവർ ചോയ്സ്. ഇനി സ്പിരിച്വൽ ഇൻറ്റിമസി. ഈ സ്പിരിച്വൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് നത്തിങ് ബട്ട് കോൺഷ്യസ്നെസ്. നമ്മൾ സോൾമേറ്റ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അതിന് വേറെ എക്സ്പ്ലനേഷൻ വേണ്ട. സോൾമേറ്റ് ആയിരിക്കണം. വെറും മെക്കാനിക്കൽ ആവരുത്, ഫുൾ പ്രസൻസ് വേണം. ഇനി അടുത്തത് സെക്ഷുവൽ ഇൻറ്റിമസി. ഈ സെക്ഷുവൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ദ ഫിസിക്കൽ എക്സ്പ്രഷൻ ഓഫ് ലവ്. അവിടെ നമ്മുടെ ബോബി അച്ഛൻ്റെ ഒരു കോട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു യൂട്യൂബിൽ ഒരു റീലിലുണ്ടായിരുന്നതാണ് കേട്ടോ. എവിടെയായിരിക്കുമ്പോഴും എൻ്റെ സ്നേഹത്തിൻ്റെ കരവലയത്തിൽ താങ്കൾക്ക് ഇടമുണ്ട് എന്ന ആ സ്നേഹത്തിൻ്റെ പേരാണ് സെക്സ്, അല്ലാതെ വേറൊന്നുമല്ല സെക്സ്. അതൊരു വലിയൊരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആണ്. ഇനി നമുക്ക് വേണ്ടത് റെസ്പോൺസിബിലിറ്റി. അത് നമ്മൾ ഷെയർ ചെയ്യാൻ, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നമുക്ക്
സാധിക്കുമോ? ഓവിങ് ദ ഇമ്പാക്ട് ഓഫ് വൺസ് ചോയ്സ്. നമ്മുടെ ചോയ്സിലാണ് ആ കുട്ടി ഉണ്ടായത്. അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആരെ ഏറ്റെടുക്കണം? നമ്മൾ തന്നെ. മാഡം ഇന്റർഫിയർ ചെയ്യാൻ ശ്രമിക്കണം. ബോബി കട്ടിക്കാട് സാറിന്റെ ആ വാക്കൊന്നുകൂടി പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. എവിടെയായി, അതൊരു കഥയാണ് കേട്ടോ, കഥയല്ല, ഒരു നടന്ന സംഭവമാണ് ആ പറയണത്. അതിനകത്ത് ലാസ്റ്റ് സെന്റൻസാണ് ഞാൻ പറയുന്നത്. ഞാൻ കിട്ടിയെങ്കിൽ അത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇട്ടുതരാം നമ്മുടെ ഗ്രൂപ്പിൽ. എവിടെയായിരിക്കുമ്പോഴും എൻ്റെ സ്നേഹത്തിൻ്റെ കരവലയത്തിൽ താങ്കൾക്ക് ഇടമുണ്ട് എന്ന ആ സ്നേഹത്തിൻ്റെ പേരാണ് സെക്സ്. അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചത് ഒരാളുടെ കാര്യമാണ്. അദ്ദേഹം പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും ഉറങ്ങുമ്പോൾ ഇടത്തെ കൈ ഇങ്ങനെ നീട്ടി വെക്കുമെന്നാണ് പറയണേ, ഈ കരവലയത്തിൽ നീ ഉണ്ട് എന്ന് ഇവിടെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഫോൺ ചെയ്യണേന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നാലും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. പിന്നെ മരിക്കുന്നവരെയും ആ കരവലയം അങ്ങനെ നീട്ടി വെച്ചിരുന്നു എന്ന് ഇദ്ദേഹം ബോബിയച്ചൻ പോയി കണ്ടതാണെന്നാണ് പറഞ്ഞത്. ഞാൻ ആ റീൽ കിട്ടുകയാണെങ്കിൽ ഇട്ടുതരാം. റെസ്പോൺസിബിലിറ്റി കുട്ടിയുടെ മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ കുട്ടി എങ്ങനെയായാലും നമുക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ചോയ്സാണിത്. ആ കുട്ടിയുടെ എല്ലാ പരാധീനതകളോടുകൂടിയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. കാരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് കേസുകൾ വരാറുണ്ട്. കുട്ടി അബ്നോർമൽ അല്ലെങ്കിൽ ഒരു മെൻ്റലി റിട്ടാർഡഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടി ആയിക്കോട്ടെ. അപ്പോൾ ആ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഡൈവോഴ്സ് വേണമെന്ന് പറയാണ്. കാരണം ഈ കുട്ടീനെ സഹിക്കാൻ എനിക്ക് പറ്റില്ല എന്ന്. ആരാണ് ചൂസ് ചെയ്തത് ആ കുട്ടീനെ? അപ്പം അതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി 2 കോട്ട്. Our choice today shape child's tomorrow. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ പരാതി പറയാനില്ല. ഇപ്പം ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ. അവെയർനെസ്, ഹെൽപ്പ് us to അണ്ടർസ്റ്റാൻഡ്. എന്ത് അണ്ടർസ്റ്റാൻഡ്? നമുക്ക് ഈ കുട്ടി നമ്മളുടെ ആഗ്രഹപ്രകാരം ഉണ്ടായ കുട്ടിയാണിത്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം. ഇനി ഇൻറ്റൻഷൻ ഗൈഡ് അവർ ആക്ഷൻ. പിന്നെയുള്ള പെരുമാറ്റങ്ങളെല്ലാം നമ്മുടെ ചോയ്സാണ്. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോയ്സാണ്. അപ്പം നമ്മുടെ ആക്ഷൻ ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ ഇൻറ്റൻഷനാണ്. ആ ചോയ്സിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഇനി റെസ്പോൺസിബിലിറ്റി സസ്റ്റെയിൻ അവർ കമ്മിറ്റ്മെൻറ്റ്. കമ്മിറ്റ്മെൻറ്റോടുകൂടിയുള്ള റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. എ ഹെൽത്തി കൺസെപ്ഷൻ ബിഗിൻ ഇൻ ദ മൈൻഡ്. ഞാൻ പറഞ്ഞു നേരത്തെ, ഒരു കുട്ടി ജനിക്കുന്നത് മൈൻഡിലാണ് ആദ്യം. ആൻഡ് റിലേഷൻഷിപ്പ് നോട്ട് ജസ്റ്റ് ഇൻ ദ ബോഡി. ഇപ്പോൾ ഒക്കെ ബോഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പ്രഗ്നൻസിയും പ്രസവവും കാര്യങ്ങളുമാണ് നമ്മൾ കാണുന്നത്. അതല്ല, ആദ്യം ആ കുട്ടി മൈൻഡിൽ ജനിക്കണം. ഇതാണ് ഖലീൽ ജിബ്രാന്റെ കോട്ട് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ് കേട്ടോ. യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ. ഇതൊരു പോയമാണ്. ആ പോയിന്റെ 4 വരി എടുത്തിട്ടുള്ളൂ. അത് മുഴുവനും നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കുകയും കേൾക്കുക നല്ലതാണ്. കേൾക്കാനായിട്ട് പറ്റും നമുക്ക്. ദേ ആർ ദ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ലൈഫ് ലോങ് for itself. They come through you. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നിങ്ങളിൽ കൂടിയാണ് വന്നത്. ബട്ട് നോട്ട് ഫ്രം യു. ആൻഡ് ദോ ദേ ആർ വിത്ത് യു യെറ്റ് ദേ ബിലോങ് നോട്ട് ടു യു. ദേ ആർ ദ ഗിഫ്റ്റ് ഗിവൺ ബൈ ദ ഗോഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആൾഡറേനിയൻ പേഴ്സണാലിറ്റി തിയറി പറയുന്ന ഒരു കാര്യമുണ്ട്. ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ദ ബ്രിക്സ്. ഒരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ ബ്രിക്സ് വേണം. അതുപോലെ ഒരു കുട്ടിയുടെ ഉണ്ടാക്കുന്ന ബ്രിക്സ് ആണ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ജീൻസ് ഉണ്ട്, ആ ജീൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ജെനറ്റിക്സ് ആൻഡ് എപ്പിജെനറ്റിക്സ് എന്ന് പറയാം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ദ ഫൈനൽ ഫോം ഓഫ് ദ ബിൽഡിംഗ് ഈസ് അപ് ടു അസ്. അതെങ്ങനെ മോൾഡ് ചെയ്ത് എടുക്കണം എന്നുള്ളത് നമ്മളിൽ നിക്ഷിപ്തമാണ്. ഇനിയാണ് കോൺഷ്യസ് പ്രഗ്നൻസിയിലിട്ട് വരുന്നത്. അതിനകത്തും 3 സ്റ്റെപ്സ് ഉണ്ട്. എന്താണ്? അവെയർനെസ്, പാർട്ട്ണർഷിപ്പ്, ബോഡി സിഗ്നൽ, ഡിസ്കംഫേർട്ട്, മൂഡ് ഫ്ലക്ച്വേഷൻ, ഫീൽ ബേബീസ് പ്രസൻസ്. എന്താണ് അവെയർ ആവണ്ടേ ഇവിടെ? എങ്ങനെയാണ് ആ സീഡ് എന്ന് വെച്ചാൽ, ആ സീഡ് അനുസരിച്ച് ഒരു പ്ലാന്റ് അവിടെ ഉണ്ടാവുള്ളൂ, അല്ലേ? നിങ്ങൾക്കെല്ലാം അറിയാലോ, നല്ല സീഡ് വിതച്ചാൽ മാത്രമേ നല്ലൊരു പ്ലാന്റ് ഉണ്ടാവുള്ളൂ.
ആ സീഡ് നമ്മുടെ ഉള്ളിൽ ഗ്രോ ചെയ്യാന്നുള്ള ഒരു എന്താ അവയർനെസ് ആർക്ക് വേണം? ഈ പാർട്ട്ണർഷിപ്പിൽ രണ്ടുപേർക്കും വേണം. ഇപ്പൊ 2 പേരുണ്ടായിരുന്നു 3 പേരായി അല്ലേ? 2 became 3. അപ്പൊ ഈ ബോഡി സിഗ്നൽ എന്ന് പറഞ്ഞ ചില സൂചനകളൊക്കെ ഉണ്ടാവും, ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കണം, പറയാതെ തന്നെ മനസ്സിലാക്കണം. ആദ്യം പറഞ്ഞത് അതാണ്, ആ ബോണ്ടിങ്ങിൽ പറഞ്ഞില്ലേ, ഈ സൂചനകൾ, ഈ ബോഡി സിഗ്നൽസ്, വൈഫിനുണ്ടാവുന്ന ബോഡി സിഗ്നൽസ് പറയാതെ തന്നെ ഹസ്ബൻഡ് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഹസ്ബൻഡിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങോട്ടും ഡിസ്കംഫോർട്ട് ഉണ്ടാവും, അപ്പൊ നല്ല പരിചരണം വേണം അവിടെ. അതൊക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മൂഡ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഇതൊക്കെ ഈ ഹോർമോണൽ ഇമ്പാക്റ്റ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഫീൽ ബേബീസ് പ്രസൻസ്. ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇതിനിങ്ങനെ ഇത് ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോയപ്പോൾ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടതിൽ ഇങ്ങനെ ഒരു അമ്മ കുട്ടിയെ കളിപ്പിക്കുകയാണ്. കുട്ടി ഉള്ളിലാണ്, പക്ഷെ അമ്മ ആ കുട്ടിയെ കളിപ്പിക്കുകയാണ്. എങ്ങനെയാണ്? നമ്മൾ സാധാരണ ഒരു കുട്ടികളോട് കളിക്കില്ലേ, അതുപോലെ തന്നെ കാർ ഓടിക്കുക. അതിപ്പോൾ മോന് അല്ലെങ്കിൽ ബേബിക്ക് കാറുണ്ട്, അതൊക്കെ ഓടിക്കുക. ഇംഗ്ലീഷിലാണ് കേട്ടോ. അപ്പോൾ അത് അവർ പിന്നെ ആ വീട്ടിലൊരു ഒരാൾ കാണാൻ വരികയാണ് അവരെ. അപ്പോൾ അവർ പറയുകയാണ്, ദിസ് ഈസ് യുവർ ആൻറ്റി. ആ ആൻറ്റിയുടെ കുറച്ച് ഗുണങ്ങൾ, ഈ ആൻറ്റി കൊണ്ടുവന്ന കേക്ക് അമ്മ കഴിക്കുകയാണ്, മോക്ക് കിട്ടും. പിന്നെ അച്ഛനടുത്ത് വന്നിട്ട് ഈ വയറിലിങ്ങനെ തഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിന്റെ മോൻ്റെ അച്ഛൻ അടുത്ത് വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം ബേബി ടോക്ക്, ആ ബേബിയോട് സംസാരിക്കുകയാണ്. ബേബി ജനിച്ച ബേബിയോട് സംസാരിക്കുന്ന പോലെയാണ് ആ കുട്ടിയോട് സംസാരിക്കുന്നത്. നമുക്ക് അഭിമന്യുവിൻ്റെ കാര്യമൊക്കെ അറിയാം അല്ലേ? ഹിയറിംഗ് ആണ് ആദ്യം ഡെവലപ്പ് ചെയ്യണ ഒരു കുട്ടിയിൽ. കാരണം അമ്മയുടെ ഹാർട്ട് ബീറ്റാണ് അവൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ആ സൗണ്ട് അവന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സൗണ്ട് മനസ്സിലാക്കാൻ പറ്റും. അച്ഛൻ അടുത്ത് വരുമ്പോഴുള്ള ഫീലിംഗ്, അപ്പം അച്ഛൻ അടുത്ത് വരുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാണെങ്കിൽ ആ ഫീലിംഗ് കുട്ടിക്ക് കിട്ടും. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം അമ്മയ്ക്കുണ്ടെങ്കിൽ അതും ആ കുട്ടിക്ക് കിട്ടും. ഇനി ഇൻറ്റൻഷൻ ദ ചൂസിങ്, നമ്മൾ ചൂസ് ചെയ്തതാണ് ഈ കുട്ടീനെ. അപ്പം നമ്മൾ പല കാര്യങ്ങളും ഇനിയും ചൂസ് ചെയ്യണം. എന്താ? കാം ആൻഡ് കെയർ ഓവർ പാനിക്. ഈ അമ്മയ്ക്ക് ഒരു കാം ആൻഡ് കെയർ അന്തരീക്ഷം കൊടുക്കണം എന്നുള്ളതാണ്. ഇനി കണക്ഷൻ ഓവർ ഐസൊലേഷൻ. എപ്പോഴും അവരായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കണം ഈ ഹസ്ബൻഡ്. ഞാൻ ഹസ്ബൻഡിൻ്റെ കാര്യമാണ് പറയുന്നത്, മറ്റുള്ളവരെ പറ്റി നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. ഈവൻ പുറത്താണെങ്കിൽ പോലും വിളിക്കാലോ. അതുപോലും ഇല്ലാത്ത ഒരുപാട് അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. റെസ്റ്റ് ഓവർ എക്സോഷൻ, റെസ്റ്റ് കൊടുക്കണം. ലവ് ഓവർ ഫിയർ. ഇപ്പം നമുക്ക് ഈ ലോകത്തിൽ ഈ കുട്ടിക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾ തന്നെയല്ലേ ഈ അമ്മ പുറത്തു പോയി കേൾക്കുന്നത്. ഇപ്പം നമ്മളൊരു ഗർഭിണി ബസ്സിൽ കയറിയാൽ സീറ്റ് കൊടുക്കാറുണ്ടോ നമ്മൾ? അത് നമ്മൾ ചിന്തിക്കണം. അവർക്കൊരു അത്രയ്ക്കല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗർഭിണിയാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ 1 വർഷത്തോളം. അപ്പോൾ ആ കെയർ സൊസൈറ്റിക്കും ഒരു ബാധ്യതയുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെയാണ് ഒരു ഓഫീസിൽ ചെന്നാൽ ഒരു കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷം അവിടെ കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതൊരു സൊസൈറ്റിയുടെ കടമയാണത്. അതുപോലെ ഒരു വീട്ടിൽ വന്നാൽ അവളുടെ ബെഡ്റൂമിൽ തന്നെയെങ്കിലും ഒരു എന്താ പറയുക, കാം ആൻഡ് ക്വയറ്റ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ സാറ് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു വീട്ടിലെല്ലാവരുമായിട്ട് ഒത്തുപോകണമെന്ന്. ശരിയാണ്, ഒത്തുപോകണമെന്ന് നല്ലതാണ്. ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് റെസ്പോൺസിബിലിറ്റി അവിടെ കൂടുകയാണ് കേട്ടോ. ഇൻറ്റൻഷൻ കൂടി, അവയർനെസ് കുറച്ചുകൂടി ഡീപ്പനായി, ഇനി റെസ്പോൺസിബിലിറ്റിയും കൂടുകയാണ്. ഈ കുട്ടിയുടെയും അമ്മയുടെയും ഫിസിക്കലി ആൻഡ് മെൻ്റൽ ഹെൽത്ത്. പിന്നെ റെഗുലർ മെഡിക്കൽ കെയർ. ഈ റെഗുലർ മെഡിക്കൽ കെയർ എന്നോട് എഴുതാൻ കാരണം തന്നെ ഈ മെഡിക്കൽ കെയറിന് പോകുമ്പോൾ തന്നെയെങ്കിലും ഈ ഹസ്ബൻഡ് കൂടെ പോകണം. അല്ലാണ്ട് സ്വന്തം അമ്മയും നാട്ടുകാരും ഒന്നും അല്ല കൂടെ പോകേണ്ടത്. അപ്പോഴൊക്കെ ആ ബോണ്ടിങ് വരികയാണ്. പിന്നെ ഇമോഷണൽ സപ്പോർട്ട്, അതുപോലെ തന്നെ ഫാദേഴ്സ് ഇൻവോൾവ്മെന്റ്. ഈ സപ്പോർട്ടും ഇൻവോൾവ്മെന്റും തമ്മിലുള്ളൊരു വ്യത്യാസം ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? സപ്പോർട്ടും ഇൻവോൾവ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. We can provide supports through other persons or material or money like that. Yes. But in the involvement, the person who is directly involved, time അവർക്ക് സമയം കൊടുത്തുകൊണ്ട് അവരുടെ ഒപ്പം ഇരുന്നുകൊണ്ട് ടുഗദർനെസ്, അവരുടെ ഒപ്പം ആണ് ഇൻവോൾവ്മെന്റ് വരിക.
അപ്പൊ ഒറ്റ സപ്പോർട്ടും വാക്കിൽ പറ ഇൻവോൾവ്മെന്റും തന്നെ വ്യത്യാസമുണ്ട്. കൂടെ ഒറ്റ ഉണ്ടാവും. വാക്കി പറയുകയാണെങ്കിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പിന്തുണ നൽകുക, അല്ലേ? അത്രേ ഉള്ളൂ. ദെൻ അത്രേ ഉള്ളൂ. ഇൻവോൾവ്മെന്റ് പറഞ്ഞ പങ്കാളിത്തമാണ്. ആ പങ്കാളിത്തം ഈ ഹസ്ബൻഡ് Exactly. എവിടെ ഇരുന്നാലും, ഫാദേഴ്സ് ഇൻവോൾവ്മെന്റ് എവിടെ ഇരുന്നാലും ചെയ്യാൻ പറ്റും, ഇല്ലേ? ഇപ്പം ഞാനിപ്പോൾ ഓർക്കാണ്, ഞാൻ സാന്ത്വനയിലായിരുന്നപ്പം ലിൻസി മാഡത്തിൻ്റെ അടുത്ത് വന്ന ഒരു കേസാണ്. ഒരു 2 മാസം പ്രായമുള്ള കുട്ടീനെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആ ടേബിളിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ്. ടേബിളിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ കുട്ടി ഒരു വെജിറ്റബിൾ പോലെയാണ് കിടക്കണത്, മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടി. അപ്പം നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കുമല്ലോ, അതങ്ങനെ എടുത്ത് വന്നപ്പോൾ ലിൻസി മാഡം അങ്ങനെ ചോദിച്ച് വന്നപ്പോൾ ആ കുട്ടിയുടെ അമ്മ ഒറ്റ കരച്ചിലാണ്. കാരണം ഈ അമ്മ ഈ കുട്ടീനെ ഗർഭിണിയായിരുന്നപ്പോൾ ആ വീട്ടിൽ അനുഭവിച്ച കഷ്ടപ്പാട്, ഈ ഹസ്ബൻഡിൻ്റെ, അതായത് ഇൻലോസ് ഉപദ്രവിച്ചത്, ഒരു സപ്പോർട്ടും ഇൻവോൾവ്മെന്റും ഈ ഹസ്ബൻഡ് ഉണ്ടായില്ല. അപ്പം ഈ കുട്ടിയുടെ വീട്ടിലേക്ക് ഒന്ന് വിടാൻ പോലും അയാൾ തയ്യാറായില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവില്ലായിരുന്നു. അപ്പം ആ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ ഒരു 4ാം ക്ലാസ്സിലൊരു പെൺകൊച്ച്, അത് ഒരു ടേം കഴിഞ്ഞിട്ടും ഒരിക്കലും ചിരിച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ ഓപ്പൺ ഡേക്ക് വന്നപ്പോൾ എൻ്റെ അമ്മോട് ചോദിച്ചപ്പോൾ വലിയൊരു പൊട്ടിക്കരച്ചിലായിരുന്നു. കാരണം മാഡം, ഞാൻ ഇവളെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഒരൊറ്റ ദിവസം ഞാൻ ചിരിച്ചിട്ടില്ല, എനിക്ക് സന്തോഷമേ ഉണ്ടായിട്ടില്ല, പിന്നെ ഇവൾ ഇങ്ങനെ ചിരിക്കാനാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതൊക്കെ ഇൻവോൾവ്മെന്റിൻ്റെ പ്രശ്നമാണ്. പ്രീ കൺസെപ്ഷൻ പ്രിപ്പയർ ദ പേരൻറ്റ്, പ്രഗ്നൻസി പ്രിപ്പയർ ദ ചൈൽഡ്. ഇനി ഡെലിവറിയാണ്. ഡെലിവറിയുടെ ടൈമായി. ഡെലിവറി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നമ്മൾ പഴയ 2 സ്റ്റേജില്ലേ, പ്രീ കൺസെപ്ഷൻ ആൻഡ് കൺസെപ്ഷൻ സ്റ്റേജ്, അത് നന്നായി നോക്കിയാൽ മാത്രമേ നമുക്കൊരു നല്ല ഡെലിവറി, നല്ല കുട്ടിയെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡെലിവറി അല്ലെങ്കിൽ ബർത്ത് ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത് ഒരു പേരൻറ്റിൻ്റെ ഫിസിക്കലി ജന്മമാണ്. അവർ മെൻ്റലി നേരത്തെ തന്നെ പേരൻ്റായി, പക്ഷേ ഫിസിക്കലി അവർ പേരൻ്റ് ആവുകയാണ്. ഫ്രം വൂം ടു വേൾഡ്. ആ ഊമ്പിൽ കിടന്നത് എങ്ങനെയാ? വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അവിടെ. അവിടെ ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു, അവിടെ നറീഷ്മെൻ്റ് ഉണ്ടായിരുന്നു, അവിടെ നല്ല സൗണ്ട്, അമ്മയുടെ ഹാർട്ട് ബീറ്റിൻ്റെ സൗണ്ട് കേൾക്കാനുണ്ടായിരുന്നു, വളരെ സേഫായിരുന്നു. പക്ഷേ ഒരു സഡൻ ചേഞ്ചാണ് ആ കുട്ടിക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്, പുറത്തോട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതേപോലെയുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ഇവിടെയും സൃഷ്ടിക്കണം. ഒരു സഡൻ ചേഞ്ച് എന്ന് പറയുമ്പം ഇത് പുറത്തുള്ള ലൈറ്റുകൾ, പുറത്തുള്ള ശബ്ദങ്ങൾ ഒക്കെ കുട്ടീനെ അലോരസപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ നല്ല തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് നമ്മളെ കാണിച്ചിട്ട് എന്താ ചെയ്യുക, തിരിച്ച് അമ്മയുടെ അടുത്തോട്ട് തന്നെ കൊടുക്കും, അല്ലേ? അപ്പോൾ ആ അമ്മയോട് ചേർന്ന് കിടക്കുക എന്നുള്ളതാണ് അവൾക്കല്ലെങ്കിൽ അവനൊരു ജെന്റിൽ വെൽക്കം നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം. വളരെ നല്ലൊരു അന്തരീക്ഷം, അവിടെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷമായിരിക്കണം. സാധാരണഗതിയിൽ കണ്ടിട്ടുണ്ട്, റൂമിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആൾക്കാർ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുകയാണ്, ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി, അതിൻ്റെ ഇടയിൽ അതിന് കുഞ്ഞ് കിടക്കണേ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി അവിടെ ഒരു അന്തരീക്ഷം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം. സ്ലോവിലി നമ്മൾ ഈ ലോകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ നോക്കേണ്ട സംഗതിയാണ് ഈ അപ്കാർ സ്കോർ എന്ന് പറയുന്നത്. ഈ അപ്കാർ അപ്കാർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, ഒരു അമേരിക്കൻ, അവർ 1952 ഇത് കണ്ടുപിടിച്ചതാണ്. 1952 ഇത് കണ്ടുപിടിച്ചിട്ട് അവർ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ അത് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ വെർജീനിയ അപ്കാർ സ്കോർ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെയൊക്കെ ടൈമിൽ അതൊന്നുമില്ല, അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും. അപ്പോൾ അപ്കാർ എന്ന് പറയുന്നത് നമ്മളൊന്ന് നെറ്റിൽ അടിച്ചു നോക്കിയാൽ, ജസ്റ്റ് ഒന്ന് പറയാം, നെറ്റിൽ അടിച്ചു നോക്കിയാൽ നമുക്കത് കിട്ടും. എ എന്ന് പറയുന്നത് അപ്പിയറൻസ് ആണ്, സ്കിൻ കളറ്. പി എന്ന് പറയുന്നത് പൾസാണ്, ഹാർട്ട് ബീറ്റ്. ജി എന്ന് പറഞ്ഞ ഗ്രിമേസ്, അത് റിഫ്ലെക്സ് റെസ്പോൺസ് ആണത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജനിക്കുന്ന കുട്ടിയുടെ മൂക്കിലൊക്കെ അവർ എന്തെങ്കിലും ഇട്ട് നോക്കും, തുമ്മുമെന്ന് അറിയാനായിട്ട്. ചുമ വരിക, അതൊക്കെ ഉണ്ടെങ്കിലാണ് ആ ഒരു കാര്യം കറക്റ്റ് ആവുള്ളൂ. ഇനി അടുത്തത് ആക്ടിവിറ്റിയാണ്, അത് മസിൽ ടോൺ. നമ്മൾ കണ്ടിട്ടില്ലേ കുഞ്ഞിങ്ങനെ കാല് പൊക്കി ഇങ്ങനെ ചുരുട്ടി വെച്ചൊക്കെ കിടക്കുന്നത്, ആ മസിൽ ടോൺ. ദെൻ റെസ്പോൺസ്, റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ്, നമുക്കറിയാം ബ്രീത്തിങ്.
അപ്പം ഇത് 0 1 2 ഈ സ്കെയിലാണ് അത് അളക്കുന്നത് അവർ. അത് 2 ആണ് നോർമൽ. ഇതിലെല്ലാത്തിലും 10 ടോട്ടലി അളക്കുന്നത് 1 to 10 സ്ക്വയറിൽ വെച്ചിട്ടാണ്, 1 to 10 സ്കെയിലിൽ വെച്ചിട്ടാണ്. അതിൽ 7 എങ്കിലും ഉണ്ടായിരിക്കണം. ഔട്ട് ഓഫ് 10 7 എങ്കിലും ഉണ്ടായിരിക്കണം ഒരു ഹെൽത്തി ബേബി ആവണമെങ്കിൽ. പിന്നെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഇമോഷണൽ ഒരു അറ്റാച്ച്മെന്റ് കൊടുക്കണം. അവിടെ നമ്മൾ വേറൊരു കാര്യമാണ് ഓർക്കേണ്ടത്. ഈ 5ാമത്തെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാത്തത്, ടേക്ക് കെയർ ഓഫ് ദ മദർ. ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ദ അറ്റൻഷൻ ഷിഫ്റ്റ് ഫ്രം ദ മദർ ടു ദ ചൈൽഡ്. അമ്മയെ കുറച്ച് അവഗണിച്ചോ എന്നൊരു സംശയം. അതൊട്ടും പാടില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനൊക്കെ വരുന്നത്. ആ അമ്മയെ, കുട്ടിയെ കരുതുന്നത് പോലെ തന്നെ അമ്മയും കരുതണം. കാരണം ഷീ ഈസ് ഓൾസോ അണ്ടർ സ്ട്രെസ്. ഇത്രയും വലിയൊരു പ്രോസസ്സിൽ കൂടി കടന്നു വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ ഹോർമോൺസ് ഒക്കെ ശരിയായി വരുന്നില്ല, ഹോർമോൺസ് ഒക്കെ ഡൗൺ ആവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ അമ്മയോട് പെരുമാറാനായിട്ട്. ചിലർ ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിരുന്നിട്ട് പെൺകുട്ടി ഉണ്ടാകുമ്പോൾ അമ്മയെ കുറ്റപ്പെടുത്തും. അമ്മയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അത് വേറൊരു ക്ലാസ്സാണ് കേട്ടോ. അച്ഛൻ്റെ പ്രശ്നം തന്നെയാണ്. പക്ഷെ അതറിയാത്ത പല ആൾക്കാരും ഉണ്ട്, അമ്മയെ കുറ്റപ്പെടുത്തും. അപ്പോൾ ഇതൊക്കെ ഈ അമ്മയ്ക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അതിൽ നിന്നൊക്കെയാണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ തന്നെ 3 തരത്തിലുണ്ട്. ഒന്ന് ബേബി ബ്ലൂസ്. അതൊരു 50 to 80% ഓഫ് മദറിന് ഉണ്ടെന്നാണ് പറയുന്നത്. അത് സാധാരണഗതിയിൽ നമ്മൾ പൊക്കോളും ഒരാഴ്ച കഴിയുമ്പോൾ. കുറച്ച് മൂഡ് സ്വിങ്സ്, കുറച്ച് എന്താ പറയുക, സ്ലീപ്നെസ്സസ്, അല്ലെങ്കിൽ കുറച്ച് ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അത് നോർമലി അങ്ങോട്ട് പോയിക്കോളും. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് വണ്ണാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അത് 8 to 28% ആൾക്കാർക്കുണ്ട്. ഞാനിപ്പോഴും ഓർക്കണം, ഒരു പെൺകുട്ടിയെ കൊണ്ട് അച്ഛനും അമ്മയും വന്നേക്കാണ്. അപ്പം ഈ പെൺകുട്ടി രാത്രി കുഞ്ഞിനെയും കൊണ്ട് രാത്രി കടന്നു പോയിട്ട് ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൻ്റെ ആൽത്തറയിൽ പോയിരിക്കുകയാണ്. അവിടുന്ന് പിടിച്ചുകൊണ്ടാണ് വന്നത്. അവിടുന്ന് പിടിച്ചുകൊണ്ട് അവർ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി. സൈക്കാട്രിസ്റ്റും നമ്മളെപ്പോലെ കൗൺസിലേഴ്സിനെ പോലെ ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞു കൊടുക്കൂലല്ലോ. അയാൾ ഡോക്ടർ ഒരു മരുന്ന് എഴുതി കൊടുത്തു. മരുന്നൊക്കെ കീറിപ്പറിച്ച് കളഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഏർലിയർ നമ്മൾ മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് എടുത്താലായിട്ട് അത് നോർമലായിട്ട് വരും. അപ്പോൾ അതിനകത്ത് ഉറക്കക്കുറവുണ്ടാവും, സാഡ്നെസ് ഉണ്ടാവും, അതുപോലെ തന്നെ കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. അത് വരുമ്പോൾ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഡോക്ടറെ കാണിക്കുക. ഈ ഫസ്റ്റ് വിസിറ്റിനൊക്കെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പം ഇതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടിയുടെ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് അമ്മയുടെ ഫിസിക്കൽ ഹെൽത്തിനേക്കാൾ കൂടുതൽ ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്. ഈ പോസ്റ്റ് പാർട്ടം സൈക്കോസിസും മെഡിക്കൽ എമർജൻസി അത്യാവശ്യമായിട്ട് കാണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് ചിലപ്പം ആത്മഹത്യയിലേക്കോ ഒക്കെ, അല്ലെങ്കിൽ കുട്ടിയെ ഹാം ചെയ്യുന്നതിലേക്കൊക്കെ വരാം. ഇപ്പം ആദ്യമായിട്ട് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ്റെ ഒക്കെ സിംറ്റം എന്ന് പറയുന്നത് കുട്ടിക്ക് മുല കൊടുക്കില്ല, കുട്ടിക്ക് ഫീഡിങ് ചെയ്യില്ല, എനിക്ക് വയ്യാന്നാണ് പറയണത്. അപ്പോൾ അവർ ഇപ്പോൾ പേരൻസ് ആണെങ്കിലും ആരാണെങ്കിലും തീരുമാനിക്കും അഹങ്കാരം കൊണ്ടാണെന്ന്. അത് അഹങ്കാരം കൊണ്ടൊന്നുമല്ല, ഷീസ് ഇൻ ഡിപ്രഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കുട്ടി, ഒരു 5 വർഷമായിട്ട് കുട്ടികളില്ലാതിരുന്നൊരു കുട്ടി ഉണ്ടായതാണ്. അപ്പം കേട്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ ഈ പാമ്പേഴ്സൊക്കെ കത്തിക്കാൻ പോയപ്പം അതിൽ നിന്ന് തീ പിടിച്ച് മരിച്ചു എന്നാണ്. പക്ഷെ ഞാൻ അവരോട്, അതിൻ്റെ അയൽവക്കത്തുള്ളവർ സംസാരിച്ചപ്പോൾ പറയാണ്, മാഡം അവൾക്ക് കുട്ടി ഉണ്ടായ പിന്നെ ഭയങ്കര അഹങ്കാരമായിരുന്നു. എന്തഹങ്കാരം? ഒന്നും നോട്ടീസ് ചെയ്തില്ല. ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം സൈക്കോസിസിലേക്ക് പോയതൊന്നും നോട്ട് ചെയ്യാതെ അവൾക്ക് അഹങ്കാരമാണ്, അവൾ കുട്ടിയെ നോക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഇൻ ഫാദേഴ്സ്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ ശതമാനം ആൾക്കാർക്കെങ്കിലും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അവരത് കാണിക്കില്ല. എന്തുകൊണ്ടാ? they suffer silently and they wanted to show that I am strong. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ആരാ? ആ പാർട്ട്ണർ തന്നെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി കൊണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരുമിച്ചിരുന്ന് സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ പറ്റുള്ളൂ.
അപ്പോൾ ചിലപ്പോൾ ലോൺലിനെസ് കൊണ്ടായിരിക്കും. കാരണം ഈ അമ്മ കുട്ടിയെ കൂടുതൽ ശ്രദ്ധിക്കുന്നു, അച്ഛനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നാം. പക്ഷെ ഇതൊക്കെ നോർമലാണ്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ശരിക്കുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെട്ടു പോരാനായിട്ട് പറ്റും, അത് ഡീൽ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ പേരൻറ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. കുട്ടിയൊക്കെ ജനിച്ചു, ഇനി പേരൻറ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പം അതിനൊരു ഫോർമുല ഞങ്ങൾ ഉണ്ടാക്കിയേക്കണതാണ് NPK. ആ NPK ഫോർ പ്ലാന്റ്സ്. ഇപ്പം ഇതിൽ എന്നും പിയും കെ എന്താണെന്ന് പറയാൻ പറ്റുമോ പെട്ടെന്ന്? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. യെസ്, കെമിസ്ട്രിയാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അത് പ്ലാന്റ്സിന് ആവശ്യമില്ലേ? യെസ്. പ്ലാന്റ്സിന് ആവശ്യമുണ്ട്. എന്തിനാണ് നൈട്രജൻ? നൈട്രജൻ ആ ഗ്രീനിഷ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവാനാണ് നൈട്രജൻ, ഇലകൾ. പിന്നെ ഫോസ്ഫറസ് റൂട്ടിനാണ്, ഡൗൺ, റീച്ചസ് ഡൗൺ ടു റൂട്ട് ആൻഡ് ഹെൽപ്സ് പ്രൊഡ്യൂസ് ബ്ലൂം. ആൻഡ് പൊട്ടാസ്യം ഓൾ റൗണ്ട് ഡെവലപ്മെന്റിനാണ്, പ്ലാന്റിന്റെ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ PPT? എനിക്ക് കാണാൻ വയ്യ, അതുകൊണ്ടാണ് ചോദിച്ചത്. കാണാം. ഓക്കെ, ഇതിന് നമുക്കൊന്ന് ഈ പേരന്റിങ്ങിലേക്ക് കൊണ്ടുവന്നാലോ? എന്ന് പറഞ്ഞത് ലീഫ് ഗ്രോത്തിനാണ്. ചൈൽഡ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ കോൺഫിഡൻ്റ് ആയിട്ടും കറേജിയസ് ആയിട്ടും ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് നർച്ചറിങ് വേണം. നർച്ചറിങ് വിത്ത് ലവ്, അറ്റൻഷൻ, അഫെക്ഷൻ, എമ്പതി ആൻഡ് ടൈം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ. നർച്ചർ വിത്ത് ലവ്, അറ്റൻഷൻ, അഫെക്ഷൻ, എമ്പതി ആൻഡ് ക്വാളിറ്റി ടൈം. ഇനി P, അത് റൂട്ട്സിനാണ്. അവനൊരു സ്റ്റേൺ ആയിട്ട് നിൽക്കണ കുട്ടി, ചൈൽഡ് ഡെവലപ്പ് സെൽഫ് കൺട്രോളും അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ചൈൽഡായിട്ട് വളരണമെങ്കിൽ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ്. പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും വാല്യൂസ് ആണ് കേട്ടോ. പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ്, സേഫ്റ്റി, ബൗണ്ടറീസ് സൃഷ്ടിക്കണം, ഡിസിപ്ലിൻ ആൻഡ് ഡയറക്ഷൻ കൊടുക്കണം. നമ്മൾ എന്ന് വെച്ചാൽ ശിക്ഷണം കൊടുക്കണം, ദിശാബോധവും കൊടുക്കണം. ശിക്ഷയും ശിക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ, കൊടുക്കണം. അതിന് നമുക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പേരൻസ് ബിക്കം ദ റോൾ മോഡൽ. ഈ ബൗണ്ടറീസ് ഒക്കെ സൃഷ്ടിക്കുന്നത് നമ്മൾ കൂട്ടിലിട്ട് അകപ്പെട്ടല്ല കേട്ടോ. അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുക്കണം. പക്ഷേ ഈ പറഞ്ഞ മാതിരി പട്ടം പറപ്പിച്ച് വിടാം, അതിൻ്റെ ചരട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഇരിക്കണം. ഇനി ഈ ഫ്ലവറും ഫ്രൂട്ട്സും ഉണ്ടാവാനാണ് പൊട്ടാസ്യം കൂടുതൽ. അപ്പം ദ ചൈൽഡ് ബിക്കം സോഷ്യലി റെസ്പോൺസിബിൾ ആൻഡ് എമ്പത്തറ്റിക് ആവണമെങ്കിൽ അവന് നോളജ് വിത്ത് കൈൻഡ്നെസ്, നോളജ് മാത്രം കൊടുത്താൽ പോരാ, നോളജ് വിത്ത് കൈൻഡ്നെസ് നമ്മൾ കൊടുക്കണം. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നന്നായി പഠിപ്പിച്ചു വിടും അല്ലേ? ആ പഠിപ്പിച്ച് വിടുന്ന മക്കളാണ് ശരിക്കും പറയുകയാണെങ്കിൽ തിരിഞ്ഞ് പേരൻസിനെ നോക്കാത്തത്. ഈ നോളജ് ആൻഡ് കൈൻഡ്നെസ്, നോളജ് വിത്ത് കൈൻഡ്നെസ് കൊടുക്കുന്ന കുട്ടികൾ ഒരിക്കലും പേരൻസിനെ നോക്കാതിരിക്കില്ല. അല്ലെങ്കിൽ അവൻ സമൂഹത്തിന് എഗനിസ്റ്റ് ആയിട്ട് ഒന്നും പ്രവർത്തിക്കില്ല. നോളജ് മാത്രം കൊടുത്താൽ പോരാ, കൈൻഡ്നെസ്സും കൂടി കൊടുക്കണം. കൈൻഡ്നെസ്സോടുകൂടി നോളജ് കൊടുക്കുക. അതിന് നമുക്ക് ഏറ്റവും നല്ല വിദ്യ എന്ന് പറയുന്നത് ലൈഫ് സ്കിൽസ് ഇൻകൾക്കേറ്റ് ചെയ്യാണ് കുട്ടികളിൽ. ഈ WHO 10 ലൈഫ് സ്കിൽസ് പറഞ്ഞിട്ടുണ്ട്. സ്കൂളുകളിൽ പഠിപ്പിക്കാനും അല്ലെങ്കിൽ ഈ ടീനേജേഴ്സിന് ഒരു 10 ലൈഫ് സ്കിൽസ് പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കെങ്കിലും പറയാമോ എന്തെങ്കിലും? ഏതൊക്കെയാണ് 10 ലൈഫ് സ്കിൽസ്? 3 ഹെഡിങ്ങിലാണ് വന്നേക്കുന്നത്. സെൽഫ് അവയർനെസ്, കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ എല്ലാം അറിയാം, അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ട് നിങ്ങൾക്ക്. അത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ ഞാൻ അത് 3 ഹെഡിങ്ങിലായിട്ടാണ്: തിങ്കിങ് സ്കില്ല്, ഇമോഷണൽ സ്കില്ല്, സോഷ്യൽ സ്കില്ല്. ഇതാണ് ഈ 10 ലൈഫ് സ്കില്ല്. അപ്പം ഈ 10 ലൈഫ് സ്കില്ല് ഈ ടീനേജിൽ മാത്രമല്ല. അഷ്റഫ് സാറേ, ഞാൻ നമ്മുടെ സാറിനോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇച്ചിരി സമയം കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞു കുറച്ച് 10-15 എടുത്തോളാൻ. ഓക്കെ. അപ്പം ഈ 3 ടൈപ്പ് ഓഫ് സ്കിൽസും നമുക്ക് ടീനേജിന് മാത്രമല്ല കൊടുക്കാമുള്ളൂ. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു നിർത്താം. ഒരൊറ്റ എക്സാമ്പിൾ അതിൽ ഞാൻ മനസ്സിലാക്കാം. അതിനകത്തൊരു സ്കിൽ ഉണ്ടല്ലോ, ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഈ 2 വയസ്സായ കുട്ടിക്ക് ഡിസിഷൻ മേക്കിങ്ങിന് അവസരം കൊടുക്കാറുണ്ടോ?
ഇല്ല. ഇല്ല. അപ്പം ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഒരു കസിൻ തന്നെയാണ്, ഞങ്ങൾ ഒരുമിച്ച് ഒരു യാത്ര പോകാനായിട്ട് അവിടെ ചെന്നത്. അപ്പം അവിടെ 2 വയസ്സായി, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ആ കൊച്ചിന് ഇപ്പോൾ 15 വയസ്സായി, 10 വയസ്സായി. അപ്പം വർഷങ്ങൾ മുമ്പാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവൻ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, ആൻറ്റി ഇവനെ ആ ഡ്രസ്സ് ഒന്ന് ഇടിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ആ ഡ്രസ്സ് എടുത്തപ്പോൾ അവൻ പറഞ്ഞു, നോ എനിക്കിത് ഡ്രസ്സ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആ ഷെൽഫ് തുറന്നിട്ട്, അവൻ ആ കബേർഡ് തുറന്നിട്ട് ഇതൊക്കെ വരിയിട്ടു, താഴെ ഇട്ടിട്ട് അവൻ 2 എടുത്തുകൊണ്ട് വന്നു. അടിയിലിടാനും മുകളിലിടാനും ഓരോന്നെടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അവൻ്റെ അമ്മ ഒരു നല്ല പേരൻ്റാണോ അത് അവൾക്ക് അവൾ ഭയങ്കര ധൃതിയിലായിരുന്നു അതുകൊണ്ടാണോ ഒന്നും അറിയില്ല, എങ്ങനെയായാലും ഞാൻ എന്നിട്ട് അവൻ കൊണ്ടുവന്നതാണ് ഇടിയിച്ചു. കാരണം ഒരു കല്യാണത്തിന് പോകാനായിരുന്നു, ആ ഡ്രസ്സ് അത്ര നല്ലതൊന്നുമല്ല, എടുത്തു വെച്ചിരുന്ന ഡ്രസ്സായിരുന്നു നല്ലത്. പക്ഷെ അവൻ്റെ ചോയ്സ് അവൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തൊരു ഹാപ്പിയാണെന്നറിയോ. എന്നിട്ട് അവൻ ഈ ഉടുപ്പെടുത്തുമെന്ന് കബേർഡിൽ വെച്ചു, അമ്മ കാണണ്ടാന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടാണ്, ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്. അതൊരു ചോയ്സാണത്, അവൻ്റെ ചോയ്സിനെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ ഫലം ഇന്നും ഈ കുട്ടി ഇവിടെ ഉണ്ട്, ഇന്നും കാണാനുണ്ട് അവൻ്റെ ആ പെരുമാറ്റത്തിലെല്ലാം. അങ്ങനെ ലൈഫ് സ്കില്ല് നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ ഏത് ഏജിൽ വേണമെങ്കിലും അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണ കാര്യം നമ്മൾ പറയില്ലേ, അന്നേരം നമ്മൾ പറയുമല്ലോ ഏജ് അപ്രോപ്രിയേറ്റ് കൊടുക്കണമെന്ന്. അതുപോലെ തന്നെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലൈഫ് സ്കില്ല്. ഇനി ആ കുട്ടി ഏത് പരിസ്ഥിതിയിലും ജീവിക്കാൻ പറ്റുന്ന അഡ്വേഴ്സ് കോഷ്യൻ്റ് അവന് നേടണമെങ്കിൽ അവൻ്റെ IQ മാത്രം പോരാ, അവൻ്റെ EQ ഡെവലപ്പ് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈഫ് സ്കിൽ അവനെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ NPK എങ്ങനെയാണ് എന്നുള്ളത് ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. NPK N എന്ന് പറയുന്നത് നമുക്കറിയാം, P എന്ന് പറയുന്നതും K എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടുതൽ കൊടുത്താലും കുറച്ച് കൊടുത്താലും ഉള്ള പ്രശ്നങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നർച്ചറിങ് ആണ് നമ്മുടെ കുട്ടികൾക്ക്. ഈ നർച്ചറിങ്ങിൽ നമ്മൾ പല പല കാര്യങ്ങളുണ്ട്. അത് എക്സസ് കൊടുത്താലും അതെ, ലെസ് കൊടുത്താലും പ്രശ്നമാണ്, ഈ പ്ലാന്റിനെ പോലെ തന്നെ. അതുപോലെ തന്നെ ഫോസ്ഫറസ്. P എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ വിത്ത് പ്രിൻസിപ്പിൾസ്. ഇതൊക്കെ കൂടുതലായാലും കുഴപ്പമാണ്, കുറഞ്ഞായാലും കുഴപ്പമാണ്. അപ്പോൾ അതിനൊരു ബാലൻസ് ചെയ്ത് പോകണം. അടുത്തെന്ന് പറഞ്ഞത് നമ്മുടെ പൊട്ടാസ്യമാണ്, അല്ലെങ്കിൽ K എന്ന് പറഞ്ഞാൽ നോളജ്. ഞാൻ പറഞ്ഞല്ലോ, നോളജ് വിത്ത് കൈൻഡ്നെസ്. നോളജ് മാത്രം കൊടുക്കരുത്, വിത്ത് കൈൻഡ്നെസ്. അതും എന്താണോ നമ്മുടെ കുട്ടിക്ക് ആവശ്യം. ഇപ്പം നമ്മുടെ കുട്ടിയുടെ കഴിവുകൾ അനുസരിച്ച് അവരെ പഠിപ്പിക്കണമെന്ന് നമ്മൾ പറയില്ലേ കോഴ്സൊക്കെ തിരഞ്ഞെടുക്കുമ്പം. അപ്പം അവിടെ അതൊക്കെ ആപ്ലിക്കബിൾ അതിനകത്ത്. നമ്മൾ ആ കുട്ടിയുടെ ആവശ്യമുള്ളത് ആവശ്യമുള്ളപ്പോൾ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുറച്ച് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എന്നും അവർ നടന്നു പോകുന്ന വഴിക്ക് നല്ലൊരു ഗാർഡൻ കാണുകയാണ്. നല്ലൊരു ഗാർഡൻ, അവിടെ പലതരം ചെടികളുണ്ട്. അപ്പോൾ അതെല്ലാം എന്നും പൂത്തും കായ്ച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾക്കൊരു സംശയം, ഇത് എന്താണെന്നുള്ളത്. ആ ഗാർഡനോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണേ? അപ്പോൾ ആ ഗാർഡനർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരൊറ്റ സെൻറ്റൻസാണ്, ഇതിന് ഓരോന്നിനും ആവശ്യമായ വെള്ളവും വളവുമാണ് ഞാൻ കൊടുക്കണേന്ന്. എല്ലാത്തിനും ഒരുപോലെയല്ല, റോസിന് കൊടുക്കണ പോലെ എല്ലാം മാവിന് കൊടുക്കണേ. അപ്പം ആവശ്യത്തിനനുസരിച്ച് എല്ലാം N-ഉം P-യും K-യും ആവശ്യത്തിനനുസരിച്ച് കൊടുത്താൽ നമുക്കൊരു നല്ല സമൂഹത്തിനെ സൃഷ്ടിക്കാനായിട്ട് പറ്റും. മാഡം അതില് ആദ്യം പറഞ്ഞ നമ്മൾ NPKയുടെ മുന്നിൽ തൊട്ട് മുന്നേ പറഞ്ഞ AQ എന്ന് പറയുന്നത് അഡാപ്റ്റബിൾ കോഷ്യന്റ് ആണോ? IQ പ്ലസ് EQ എമോഷണൽ കോഷ്യന്റും ഇന്റലിജന്റ് കോഷ്യന്റും അഡ്വേഴ്സിറ്റി ക്വസ്റ്റ്യന്റ്. അഡ്വേഴ്സിറ്റി. ഓക്കെ. താങ്ക് യു. ഇനി ഇപ്പം ഇതൊരു TOT ക്ലാസ്സാണ്. നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുക്കണമെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അത് 4 ഗ്രൂപ്പിന് കൊടുത്തിട്ട് നമുക്കതിൽ നിന്ന് ഇൻസൈറ്റ് കളക്ട് ചെയ്യാം. എ ക്രൈങ് ബേബി ഷുഡ് ബി ലെഫ്റ്റ് ടു ക്രൈ. മദർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ന്യൂ ബോൺ. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഈസ് എ വീക്ക്നെസ്. ഫാദേഴ്സ് ഇമോഷൻസ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇത് കൊടുത്തിട്ട് അവരിൽ നിന്ന് നമുക്ക് ഇൻസൈറ്റ്സ് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഞങ്ങൾ വിചാരിച്ചു, ഞാനും ഉഷയും കൂടി വിചാരിച്ചു, എങ്ങനെ ഇത് ഈ കെമിസ്ട്രിയിലോട്ട് കണക്ട് ചെയ്യാമെന്ന്. അപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ് കേട്ടോ അത്. ഈ കെമിസ്ട്രിയിൽ എലമെന്റ്സ് കമ്പൈൻ ഇൻ ദ റൈറ്റ് പ്രൊപ്പോർഷൻ ടു ഫോം എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് ഉണ്ടാവണമെങ്കിൽ എലമെന്റ്സ് റൈറ്റ് H2O എന്ന് പറഞ്ഞാൽ H2ഉം O ഒന്നും ആയിരിക്കണം, എന്നാലേ ഒരു കോമ്പൗണ്ട് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് മാരേജിലും. ഫാദർ, മദർ ആൻഡ് ചൈൽഡ് ആർ
ഹെൽത്തി എലമെന്റ്സ്, ആ ഹെൽത്തി എലമെന്റ്സ് ഉണ്ടായാൽ മാത്രമേ ദേ കമ്പൈൻ ടു ഫോം എ ഫാമിലി. ഫാമിലി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോമ്പൗണ്ട്. എ ചൈൽഡ് ഈസ് നോട്ട് ബോൺ ഇൻ ടു എ ഫാമിലി. എ ഫാമിലി ഈസ് ബോൺ ത്രൂ ദ ചൈൽഡ്. ഒരു ഫാമിലി ആവണമെങ്കിൽ അവിടെ ആ ചൈൽഡിൽ കൂടിയാണ് ആ ഫാമിലി ബിൽഡപ്പ് ചെയ്യണത്. ആ ചൈൽഡിന്റെ സ്പെല്ലിംഗ് തെറ്റിയിട്ടുള്ള കുഴപ്പമില്ല. അത് മനസ്സിലായിരുന്നു. 2-3 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. ഒരെണ്ണം നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. ഇനി അടുത്ത് ഉണ്ടാക്കുമ്പോ ശരിയാക്കാം. ഓക്കെ, ഏതാ കാണിക്കാലോ? എ ക്രൈങ് ബേബി ഷുഡ് ബി ലെഫ്റ്റ് ടു ക്രൈ. അത് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു 4 ക്വസ്റ്റ്യൻ കൊടുത്താൽ മതി. മദർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ന്യൂ ബോൺ. ഇതൊക്കെ പണ്ടത്തെ ഒരു മിത്താണ്. പോസ്റ്റ് പാഷൻ ഡിപ്രഷൻ ഈസ് എ വീക്ക്നെസ്. അത് അവളുടെ അഹങ്കാരാണെന്ന് പറഞ്ഞില്ലേ നേരത്തെ ഞാൻ. അതുപോലെ തന്നെ ഫാദേഴ്സ് ഇമോഷൻസ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഈ അത് വളരെ ക്ലാസ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആണ്. റെക്കോർഡിങ്സ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അപ്പോൾ എടുക്കാം. നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക. സമയം ഓക്കെ, പരിമിതിയുണ്ട്. സോ അപ്പോൾ ഇതിന്റെ സോ റെക്കോർഡഡ് വേർഷൻ ആവശ്യമുള്ളവർക്ക് പേയ്മെന്റ് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ കൂടുതൽ അതിൽ നിന്ന് കിട്ടും. ഓക്കെ, താങ്ക് യു. ദെൻ യു ടേക്ക് കെയർ ഓഫ്. അപ്പം നമ്മൾ ഈ സം ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ യു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ബിഫോർ പ്രഗ്നൻസി, യുവർ റിലേഷൻഷിപ്പ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് യുവർ ഇമോഷൻസ് ഡ്യൂറിങ് ബർത്ത് ആൻഡ് ദ പാർട്ട്ണർഷിപ്പ് ഡ്യൂറിങ് പാരന്റിങ് ഫോർ എ ഹെൽത്തി ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ ഹെൽത്തി ഫാമിലി ആൻഡ് ഹെൽത്തി സൊസൈറ്റി. ഇതും ബോബി അച്ഛൻ്റെ ഒരു പുസ്തകത്തിലുള്ളതാണ് കേട്ടോ. ഹാപ്പിനെസ് ഈസ് ഹോം മെയ്ഡ്. നമുക്ക് ഹാപ്പിനെസ് നമ്മുടെ വീട്ടിലുണ്ടാക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു ആലിസ്മ. വളരെ നല്ല രീതിയിലാണ് ക്ലാസ് മുന്നോട്ട് പോയത്. അത്യാവശ്യം ചോദിച്ച സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് തന്നെയാണ് പോയത്.